IFPHന്റെ 1549 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ സദത് സേഠ് BHMS, ചീഫ് ഫിസിഷ്യൻ, ഡോക്ടർ സേഠ്സ് ഹോമിയോപ്പതി, എറണാകുളം, കൊച്ചി. ISKയുടെ മുൻ ഫാക്കൽറ്റി മെമ്പർ, 27 വർഷത്തെ ചികിത്സാ പരിചയം. ഇന്ന് നമുക്ക് എടുക്കുന്ന വിഷയം ശ്വാസകോശ രോഗങ്ങളും ഹോമിയോപ്പതിയും, 3-ാം ഭാഗം. ഈ വിഷയം എടുക്കുന്നതിന് വേണ്ടി ഡോക്ടർ സദത് സേഠ് സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. ഡോക്ടർ എത്തിയില്ലെന്ന് തോന്നേ, ഒരു മിനിറ്റ്, ഞാനൊന്ന് വിളിച്ചോണ്ടിരിക്കുക. വന്നു. ഡോക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് ക്ലാസ് ആരംഭിക്കാം സർ. ചെയ്തിരുന്നല്ലോ. കേൾക്കാമോ? കേൾക്കാം. ക്യാമറ ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ, ഫേസ്. ഓക്കെ. അപ്പൊ നമുക്കിന്ന് 3-ാം ഭാഗം 4-ാം ഭാഗം ഇനിയിപ്പോ ഉണ്ടാവില്ല എന്ന് തോന്നണം. ഓക്കെ, നമുക്ക് ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ സാധാരണ കാണുന്ന, ക്ലിനിക്കിൽ എന്നും വരുന്ന നമ്മുടെ ചുമ, ബാക്കിയൊക്കെ ഞാൻ അഫോണിയ മുതൽ പറഞ്ഞു കഴിഞ്ഞു. ഒന്നും കൂടി വേണമെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ചുമ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ റിഫ്ലക്സ് ആണ്. സാധാരണ ഇതിൽ പെട്ടെന്ന് വരുന്ന എന്തെങ്കിലും വരുമ്പോൾ ഇറിറ്റേഷൻ ആയിട്ട് വരുന്നതാണ്. അതിന് ചികിത്സ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ പണി തരുമ്പോൾ മാത്രം നമ്മൾ ചുമേനെ കുറിച്ച് ബോധേഡ് ആവും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പനി മാറിക്കഴിഞ്ഞിട്ട് കേൾക്കാമല്ലോ സാറേ? കേൾക്കാം. അപ്പൊ ചുമ എന്ന് പറയുന്നത് സാധാരണ വന്നു പോകും, പക്ഷെ അത് ഇറിറ്റേറ്റ് ചെയ്യുന്ന, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ഈ ചുമയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കണത്. സാധാരണ എല്ലാവരും, നമ്മളായാലും ബാക്കി എല്ലാവരായാലും നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണത്. ഓക്കെ, എല്ലാവരും നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും സീനിയർ ഡോക്ടേഴ്സ് ആണ്. ചുമ കാണാത്ത ഒരൊറ്റ ഡോക്ടർ പോലും നമ്മുടെ ക്ലിനിക്കിൽ ഉണ്ടാവാറില്ല. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചുമ, പനി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഇപ്പൊ സീസണിലും കൂടിയാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ സാധാരണ വരുന്ന സ്പോഞ്ചിയം, റൂമക്സ് അങ്ങനെയുള്ള മെഡിസിൻസും ഒന്നും ഞാൻ കൂടുതലോട്ട് ഡീറ്റെയിലോട്ട് പോകുന്നില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു, എല്ലാവർക്കും അറിയാം. അപ്പോൾ വാട്ട് മേക്സ് എന്റെ പ്രിസ്ക്രിപ്ഷൻ എന്തുകൊണ്ട് ചില സമയത്ത് വ്യത്യാസം വരുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചിന്തിക്കാറ്. കാരണം എല്ലാവരും കൊടുക്കുന്ന മെഡിസിൻസ് ആണ്. ഹെപ്പ സൾഫ് മുതൽ ഡ്രോസറ, സ്പോഞ്ചിയ, ഫോസ്ഫറസ്, ഇതൊക്കെ എല്ലാവരും കൊടുക്കുന്നതാണ്. ആൻഡ് ഫോസ്ഫറസ് എല്ലാവർക്കും അറിയാവുന്ന പോലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മെഡിസിൻസിൽ ഒന്നാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പല വിധത്തിലും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇനി ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഈ ചുമ വരുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ആദ്യം നമ്മൾ ഡയഗ്നോസ് ചെയ്യണം. അതാണ് ഏറ്റവും ആദ്യം. ഡയഗ്നോസ് ചെയ്യുക, അത് ന്യൂമോണിയ ആണോ, ബ്രോങ്കൈറ്റിസ് ആണോ, സാധാരണ ഡ്രൈ കഫ് ആണോ, വൈറൽ ഇതാണോ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ഡയഗ്നോസ് ചെയ്യുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ചുമയുടെ കോസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ നേച്ചർ എന്താണ്, അല്ലെങ്കിൽ ചുമ എന്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ചുമ എന്താണ് ഡിഫറൻസ്. അപ്പൊ അത് ഞാൻ ഓരോന്നായിട്ട് ഞാൻ പറയാം. സാധാരണ ഇപ്പോൾ നമ്മൾ എല്ലാ മെഡിസിനും കൊടുത്തു, ചിലപ്പോൾ ഡ്രോസറൊക്കെ കൊടുത്ത് നമുക്ക് ഫെയിലിയർ ആയിട്ട് വരുന്ന ഒരു കേസിൽ ഞാൻ മിക്കവാറും ചിന്തിക്കുന്ന മെഡിസിൻസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. സാധാരണ മിക്കവാറും, അതായത് ടെസ്റ്റ് ആൻഡ് ട്രൈഡ് ആണ്. നമ്മൾ വെറുതെ എന്തെങ്കിലും മരുന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം മെഡിക്കൽ കുറെ മെഡിസിൻസ് ഉണ്ട്. നമ്മൾ എന്തിനാ അത് പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ വെറുതെ എന്തോ വിളിച്ചു പറഞ്ഞു,
നമുക്ക് കുറച്ച് ഇത് അതങ്ങനെയല്ല, ഇത് കൊടുക്കുന്നവർക്കും നമ്മൾ ഇത് കേൾക്കുന്നവർക്കും ഡോക്ടേഴ്സിനും ജൂനിയേഴ്സിനും സീനിയേഴ്സിനും ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്പാർക്ക്, ചിലപ്പോൾ എത്ര സീനിയർ, ഇപ്പൊ ജയറാം സാറൊക്കെ കൊബാൾട്ടം ഇട്ട് കേൾക്കണത് ജയറാം സാറിന് ഒരു 5-6 കൊല്ലം അവസാനം ഫാഗ് ആയിട്ട് ടൈംസിലാണ് കൊബാൾട്ടം മെറ്റ് എന്ന് പറഞ്ഞൊരു മെഡിസിൻ കേൾക്കണത്. അത് ഞാൻ പറഞ്ഞു കൊടുത്തു, ജയറാം സാറ് കണ്ടമാനം അത് ട്രൈ ചെയ്തു. അപ്പൊ എത്ര സീനിയർ ആണെങ്കിലും ഒരാള് കൊടുക്കുന്ന മെഡിസിൻ ആയിരിക്കില്ല ചിലപ്പോൾ മറ്റൊരാൾ ചിന്തിക്കണം. അപ്പൊ അങ്ങനെ ഏറ്റവും അധികം ചിന്തിക്കുന്ന മെഡിസിൻസ് ആണ് അലിയൻ സെറ്റൈവ. അലൈൻ സെറ്റൈവ നമ്മൾ ആകെ മിക്കവാറും ചിന്തിക്കുന്നത് ഈ കൊളസ്ട്രോളിന് അങ്ങനെയുള്ള മെഡിസിൻസിന് കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ സാധാരണ ചിന്തിക്കാറ്. ഇപ്പൊ അലിയൻ സെറ്റൈവ നമ്മൾ ചിന്തിക്കാറുണ്ട് വെച്ചാൽ കഫ്, ഈ രാവിലത്തെ കഫ്. നമ്മൾ രാവിലെ എന്ന് പറയുന്നത് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്നൊക്കെ പുറത്തു വരും. അവർ കറക്റ്റായിട്ട് പറയും, സാറേ എപ്പം ഞാൻ ഒന്ന് ഉറങ്ങി എണീക്കണത് വ്യത്യാസമുണ്ട്. നമ്മൾ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ ഉള്ള ചുമ എന്ന് പറയുന്നത് നമുക്ക് ലാക്കസിസ് അങ്ങനെയുള്ള മെഡിസിൻസ് ചിന്തിക്കാം. ഗെറ്റിംഗ് അപ്പ് ഫ്രം സ്ലീപ്പ് അങ്ങനെയുള്ള ഇത് ഗെറ്റിംഗ് അപ്പ് ഫ്രം സ്ലീപ്പ് ചിലപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് അവന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഹാളിലോട്ട് വന്ന് ഒരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ തുടങ്ങും. അത് ചിലപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കാം, പക്ഷെ വ്യത്യാസങ്ങളായിരിക്കും. പക്ഷെ നമ്മളുടെ ബുക്സിൽ കൊടുത്തിട്ടുള്ളത് ലീവിങ് ദ റൂം എന്നാണ്. അങ്ങനെയാണ് സാധാരണ ബോറിക്കലും തന്നെ കൊടുക്കുന്നത്. പലപ്പോഴും നമ്മൾ കൊടുക്കും ചില മെഡിസിൻസ് ഇതേപോലെ ലാക്കസിസ് കൊടുത്ത് മാറാത്ത കേസുകളിൽ പിന്നെയും നമ്മൾ മെഡിസിൻ ലാക്കസിസ് തന്നെയാണെന്നുള്ള നമുക്ക് 100% ഉറപ്പുണ്ട്, പക്ഷെ കൊടുത്തിട്ട് മാറുന്നില്ല. ഇപ്പൊ ചിലപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ ഒന്നും കൂടി ചോദിക്കും ഇത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, സാറേ ഞാൻ മുറി വിട്ട് ഇറങ്ങുമ്പോൾ ആണിത്. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് ആണോ റൂമാണോ ഗെറ്റിംഗ് അപ്പ് ആണോ എന്നുള്ളതല്ല, നമ്മൾ വേറെ ഒന്നും നോക്കണ്ട. റൂം വിട്ട് ഇറങ്ങുന്നു എന്ന് പേഷ്യന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂം വിട്ട് ഇറങ്ങുന്നു, വേറെ ഒന്നും ആലോചിക്കണ്ട. അത് തണുപ്പിലോട്ട് ഇറങ്ങുന്നോ ചൂടിലോട്ട് ഇറങ്ങുന്നു അത് നോക്കണ്ട. റൂം വിട്ട് ഇറങ്ങുന്നു എന്നുള്ളൊരു സിംറ്റം കിട്ടിക്കഴിഞ്ഞാൽ യു കെൻ തിങ്ക് അബൌട്ട് അലിയൻ സെറ്റൈവ. ഓക്കെ. പിന്നെ അലിയൻ സെറ്റൈവ കൂടുതൽ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മീറ്റ്, നമ്മുടെ ഇറച്ചി മീനും ഇതൊക്കെ കണ്ടമാനം ഉപയോഗിക്കുന്ന നോൺ വെജിറ്റേറിയനും കൂടിയാണ് ആ പേഷ്യന്റ് എങ്കിൽ ഇങ്ങനെ ഒരു സിംറ്റം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് പിന്നെ വേറെ ഒന്നും ആലോചിക്കണ്ട, അത് അലിയൻ സെറ്റൈവയിലോട്ട് തന്നെ നമുക്ക് ചിന്തിക്കാം. പിന്നെ നമുക്ക് ചിന്തിക്കാനുള്ള മെഡിസിൻ ആണ് അലൂമിൻ. ഓക്കെ, അലൂമിൻ ആണ് ഇത്. അതിന്റെ ഏറ്റവും ഇൻഡിക്കേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അലൂമിനയാണ്. നമ്മളുടെ ഏറ്റവും ഇൻഡിക്കേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് ചിന്തിക്കേണ്ട മെഡിസിൻ എന്നാണ് അലൂമിന. നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓൾഡ് ഏജ് പീപ്പിളിന് കഫ് കൊണ്ട് നല്ല ഡ്രൈ കഫാണ്. പക്ഷെ അവന്റെ ചെസ്റ്റിൽ ഒരു എപ്പോഴും ചോദിച്ചാലും ഡോക്ടർ ഭയങ്കര ഒരു വീക്ക്നെസ്, ശ്വാസം എടുക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ നമുക്ക് ചുമയ്ക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഓൾഡ് ഏജിൽ COPD ചിന്തിക്കാം. അപ്പൊ ചുമയൊക്കെ നമ്മൾ നോക്കുമ്പോൾ COPD നമുക്ക് ചിന്തിക്കാം, ബ്രോങ്കൈറ്റിസ് ചിന്തിക്കാം. അങ്ങനെയൊക്കെ ബ്രോങ്കൈറ്റിസ് ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ എന്താ ചെയ്യണം, കഫ് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ആ ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പെക്യുലർ സിംറ്റംസ് ഒക്കെ നോക്കി വരുമ്പോഴാണ് ഈ ഓൾഡ് ഏജ് എന്ന് പറഞ്ഞൊരു ഫാക്ടറിൽ ഹിപ്പോസിയാനിയം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. അതിന്റെ കൂടെ തന്നെ അലൂമിനിയം നല്ലൊരു മെഡിസിൻ ആണ്. പക്ഷെ അലൂമിനിയക്ക് ഒരു കുറച്ചും കൂടിയും നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുമാതിരി വീക്ക്നെസ് ആയിരിക്കും, ചുമയ്ക്കാൻ തന്നെ ഒരു ശക്തി ഇല്ലാത്ത പോലെയാണ്. അതാണ് അലൂമിനയുടെ ഇത്. ഓക്കെ, ഓൾഡ് ഏജിലാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓൾഡ് ഏജിൽ കോൺസ്റ്റിപ്പേഷൻ വിത്ത് ചുമയ്ക്കാനും പോലും ശക്തി ഇല്ലാത്ത അത്രയും ചുമയുണ്ട്. ചുമച്ച് വീക്ക്നെസ് ആയി വരുന്നവർക്ക് ഉപയോഗിക്കാനുള്ള ഏറ്റവും ബെറ്റർ മെഡിസിൻ ആണ് അലൂമിന. ഓക്കെ, അപ്പോൾ ആന്റിംടാട്ടും കഴിഞ്ഞിട്ടുള്ള ചിലപ്പോൾ ഇതായിരിക്കും. ചിലപ്പോൾ ആന്റിംടാട്ടിന് മുമ്പ് നമ്മൾ ഡയഗ്നോസ് ചെയ്യണം ഇയാൾ സിഗരറ്റ് സ്മോക്കർ ആണ്. ചിലപ്പോൾ ഇയാളുടെ ഡയഗ്നോസിസ് തന്നെ നമുക്ക് COPD. ഡയഗ്നോസിസ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചാൽ ഹോമിയോപ്പതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡയഗ്നോസിസ് കഴിഞ്ഞാലേ നമുക്ക് എന്തെന്നറിയാം PQRS എന്താണെന്ന് അറിയുള്ളൂ. കോമൺ സിംറ്റംസ്, ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് ഒക്കെ അറിയണമെങ്കിൽ
ഒരു ഡയഗ്നോസിസ് അറിയണം. എന്നാലേ പ്രോഗ്നോസിസിലോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര പറയും സിംറ്റംസ് മാത്രമല്ലേ? അല്ല, സിംറ്റംസിന്റെ കൂടെ ഡയഗ്നോസിസും കൂടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡയഗ്നോസ് ചെയ്യുക, റാറ്റ്ലിംഗ് നോക്കുക, COPD ആണോ എന്ന് നോക്കുക. പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലിനിക്കിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, എൻ്റെ ക്ലിനിക്കിലുണ്ട്. ഞാൻ ഇന്ന് വീട്ടിലാണ്. ഒരു എയർ ഇറ്റ് ഈസ് ഹാർഡ്ലി 100-150 രൂപ ഉള്ളൂ. ആമസോണിലും ചിലപ്പോൾ കിട്ടും. നമ്മൾ ഒരു പേഷ്യന്റിനെ കൊണ്ട് വെറുതെ ഒന്ന് ഊതിച്ചു നോക്കുക. മറ്റേത് ഊതണ പോലെ അല്ലാട്ടോ, പോലീസുകാർ ഊതണല്ല. റെസ്പിറേറ്ററിയുടെ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ഒരു 150 രൂപ 200 രൂപ, നമുക്കത് ബേസിക് ആയിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിങ് ഉണ്ട്, അത് മാറുന്നതിന്റെ സ്പീഡ് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും ലങ് കപ്പാസിറ്റി എന്താണെന്ന് അറിയാം. ബേസിക് മറ്റേ സ്പിഗ്മോമാനോമീറ്റർ ഒക്കെ അത് വേറെ, അത് നമ്മുടെ ക്ലിനിക്കിൽ പ്രാക്ടിക്കൽ അല്ല. ബട്ട് ബേസിക് കാര്യങ്ങൾ നമുക്ക് ക്ലിനിക്കിൽ ചെയ്യാൻ പറ്റും. ഒരു പേഷ്യന്റിനെ ശരിക്കും ഒന്ന് ബ്ലോ ചെയ്യിക്കുക, 1-2 പ്രാവശ്യം ബ്ലോ ചെയ്യിക്കുമ്പോൾ അവരുടെ കപ്പാസിറ്റി അറിയാൻ പറ്റും. അപ്പോൾ COPD ആണോ എന്നുള്ളത് നമുക്ക് കറക്റ്റ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ള ആംബ്രാഗ്രീസ. ആംബ്രാഗ്രീസിയയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പാസ്മോഡിക് കഫാണ്, പക്ഷെ ഒരു ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും. അതുപോലെ ആംബ്രാഗ്രീസിയയുടെ ചുമ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോസറ അങ്ങനെയുള്ള മെഡിസിൻ ഡീപ്പ് കഫാണ്, പക്ഷെ ഇത് അതിലും ഡീപ്പർ കഫാണ്. നമ്മൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ ന്യൂമോണിയ ആയിട്ട് ലോവർ ഇതിൽ നിന്ന് വരുന്നതായിരിക്കും, ഏറ്റവും ഡീപ്പായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് പേഷ്യന്റ് ന്യൂമോണിയ ആണോ, ന്യൂമോണിയ പേഷ്യന്റ് ആണോ, അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് ആണോ, അല്ലെങ്കിൽ ബ്രോങ്കക്ടാസിസ് ആണോ എന്ന് നോക്കുക. ബ്രോങ്കക്ടാസിസ് ആണെങ്കിൽ ക്രിപ്പിറ്റേഷനും ബ്രോങ്കയൊക്കെ ലോവർ ലെവലിലായിരിക്കും, അല്ലെങ്കിൽ ലോവർ ലോബിലായിരിക്കും. അപ്പോൾ ന്യൂമോണിയ ആണോ എന്നുള്ളത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ന്യൂമോണിയ അല്ലെങ്കിൽ ക്രിപ്പിറ്റേഷൻസ് താഴെയാണ്, ലോവർ ലോബിലാണ്. ഡ്രൈ കഫ് നമ്മുടെ എപ്പിഗാസ്ട്രിക് ലെവലിൽ നിന്ന് തന്നെ വരും, അത്രയ്ക്ക് ഡീപ്പായിട്ട് അത് വന്നുകൊണ്ടിരിക്കും. പ്ലസ് അസിഡിറ്റി ഉണ്ടാവാം, ചിലപ്പോൾ ഗ്യാസ് പോലെ ചുമച്ച് ഗ്യാസിലോട്ട് പോവാം. ഇതാണ് ആംബ്രാഗ്രീസിയയുടെ ഡിഫറൻസിയേഷൻ. ഗ്യാസ് ഫോർമേഷൻ കൂടുതലുണ്ടെങ്കിൽ ആംബ്രാഗ്രീസിയയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്ററാണ്. അതുപോലെ ഇത് പറയണ കണ്ടില്ല, അത് സൂട്ടഡ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഓൾഡ് ഏജ് വർക്കേഴ്സ്, അല്ലെങ്കിൽ കണ്ടമാനം ഹാർഡ് വർക്ക് ചെയ്യുന്നവർ. അപ്പോഴും ഓൾഡ് ഏജ് ആവും, COPD വരാം, കണ്ടമാനം ഹാർഡ് വർക്ക്. അതിപ്പോ ഓൾഡ് ഏജ് ആവണമെന്നില്ല. ഇപ്പോൾ കല്ല് പൊട്ടിക്കുന്നവരും കുഴി വെട്ടുന്നവരും അങ്ങനെയുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് വരുന്ന കഫ് ഡ്രൈ കഫാണ്. പ്ലസ് ഗ്യാസോ അല്ലെങ്കിൽ എന്തോ ഒരു ഫീലിംഗ്, ചെസ്റ്റിൽ എന്തോ ഇരിക്കുന്ന പോലെ ബർബിങ് വരുന്നു. This is the indication of ambragrisa. Okay. പിന്നെ ക്രോക്കസ് സെറ്റൈവ. ക്രോക്കസ് സെറ്റൈവയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഹയോസൈമസ് കഫും ക്രോക്കസ് സെറ്റൈവ കഫ് കുറച്ചും കൂടി ബാക്കിംഗ് കഫാണ്. പക്ഷെ ക്രോക്കസ് സെറ്റൈവയിലും കഫ് കൂടുതൽ, ക്രോക്കസ് സെറ്റൈവയിലും ഇലോങ്ങേറ്റഡ് ഉവ്യൂല ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഹയോസൈമസും ഉവ്യൂലയും തമ്മിൽ നമ്മൾ കോമൺ ആയിട്ട് പെട്ടെന്ന്, കാരണം പേഷ്യന്റ് മുമ്പിൽ ഇരിക്കുന്നു, ചിലപ്പോൾ നമുക്ക് 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ക്രോക്കസ് സെറ്റൈവയുടെ കഫ് എന്ന് പറഞ്ഞാൽ ഹയോസൈമസിനെക്കാളും ഡ്രൈ ആയിരിക്കും, വിത്ത് ഇവ്യൂല ഉണ്ട്, അഗ്രവേഷൻ ലൈങ് ഡൗൺ ആൻഡ് നൈറ്റ്. ഓക്കെ. ആ ഒരു ഡിഫറൻസിയേഷൻ വന്നാൽ ഹയോസൈമസും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു മെഡിസിൻ ആണ് കൊണയം. സാധാരണ കൊണയം നമ്മൾ കഫിന് ചിന്തിക്കാത്ത മെഡിസിനുകളാണ് അല്ലേ? സാധാരണ നമ്മൾ ഒരിക്കലും വളരെ റെയർ ആയിട്ട് ചിന്തിക്കുന്ന മെഡിസിൻസിലാണ് കൊണയം. കൊണയത്തിന്റെ കഫ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഭയങ്കര പെർഫ്യൂമും അല്ലെങ്കിൽ അത്ര ഒരു നല്ലൊരു പെർഫ്യൂം എന്ന് തന്നെ പറയാം, ഓൾമോസ്റ്റ് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും. പെർഫ്യൂം ഒക്കെ അടിച്ച് ഭയങ്കര പെർഫ്യൂം അടിച്ച് നമ്മുടെ കൺസൾട്ടേഷൻ വരുന്നു, അല്ലെങ്കിൽ പെർഫ്യൂമിന്റെ സ്മെല്ല് കേട്ടാൽ ചുമ വരുന്നു. കൊണയം ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ഓക്കെ. പിന്നെ കൊണയത്തിന്റെ എന്ന് വെച്ചാൽ നമ്മൾ കാലിബൈക്കിന്റെ ഒക്കെ പോലെ പോസ്റ്റീരിയർ നേഴ്സിൽ കഫ് വരും, ലൈഡം കഫ് വരും, സ്പാസ്മോഡിക് കഫാണ്. പക്ഷെ ഈ പെർഫ്യൂം അല്ലെങ്കിൽ സ്ട്രോങ് സ്മെൽ
അതാണ് കൊണയം. നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചിന്തിക്കും, പക്ഷെ കൊണയം നമ്മൾ ചിന്തിക്കാറില്ല. അപ്പൊ ഇത് നമുക്ക് ആലോചിക്കാവുന്ന മരുന്നാണ്. കൊണയത്തിന്റെ കൂടെ അത് വായിച്ചു വന്നപ്പോൾ ഞാൻ ഒരു മെഡിസിൻ ഒന്ന് ഓർത്തു പോയതാണ്. അതാണ് ഞാൻ ഈ പറയുന്നത് കോട്ടിലിഡോൺ എന്ന് പറയുന്നത്. കോട്ടിലിഡോൺ പെൻവാട്ട് അല്ലെങ്കിൽ ഇതാണ് കോട്ടിലിഡോൺ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ആണ്. ലെഫ്റ്റ് ബ്രസ്റ്റ് എസ്പെഷ്യലി ക്യാൻസറോ ഫൈബ്രോയിഡിനോമ ഇതൊക്കെ വരുമ്പോ കോണയം കോട്ടിലിഡോൺ ഇതൊക്കെ അടുത്തടുത്ത് വന്നതുകൊണ്ട് ഞാൻ ഓർത്ത് പെട്ടെന്ന് എഴുതി വെച്ചതാണ്. ലെഫ്റ്റ് ബ്രസ്റ്റ് ഇൻഡിക്കേറ്റഡ് ആയിട്ട് ഫൈബ്രോയിഡിനോമ ദ ലെഫ്റ്റ് ബ്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന മെഡിസിൻ ആണ് കോട്ടിലിഡോൺ. ഓക്കെ, പിന്നെ അടുത്തതാണ് ബിസ്മത്ത്. ബിസ്മത്ത് ഒക്കെ മിക്കവാറും എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. കണ്ടോ, ബിസ്മത്തിനും ക്രോക്കസ് മറ്റേ നമ്മുടെ നേരത്തെ പറഞ്ഞത് എബിസ് നൈഗ്രയ്ക്കും ഒരേ സിംറ്റംസ് ആണ് വരുന്നത്. സ്റ്റാർട്ട്സ് ഫ്രം ദ എപ്പിഗാസ്ട്രിക് ഏരിയ വിത്ത് പെയിൻ റേഡിയേറ്റിംഗ് ടു ദ ലെഫ്റ്റ് ഷോൾഡർ. ഓക്കെ, അപ്പൊ ബിസ്മത്ത് ചുമയുടെ കൂടെ ഗ്യാസ്ട്രിക് അസിഡിറ്റി ഉണ്ടാവും. അത് ലെഫ്റ്റ് ഷോൾഡർ വരെ ആ ചുമയും പെയിനും റേഡിയേറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ചിന്തിക്കേണ്ടത് കാർഡിയാക് ഇൻവോൾവ്മെന്റ് ഉണ്ടോന്ന് ആദ്യം അറിയണം. കാർഡിയാക് ഇൻവോൾവ്മെന്റ് ഇല്ലാന്ന് ഉറപ്പിക്കണം, ആൻജൈന ഇല്ലാന്ന് ഉറപ്പിക്കണം, ആസിഡിറ്റി ഇല്ലാന്ന് ഉറപ്പിക്കണം. അപ്പൊ രണ്ടും ഉണ്ടാവാം. ഈ ബിസ്മത്ത് നമ്മൾ വരുമ്പോൾ ചിലപ്പോൾ രണ്ടും ഉണ്ടാവാം. പക്ഷെ എപ്പിഗാസ്ട്രിക്കിന്റെ അവിടുന്ന് തുടങ്ങുന്ന കഫായതുകൊണ്ട് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസും ഉണ്ടാവാം, ചിലപ്പോൾ കാർഡിയാക് ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഇമ്മീഡിയറ്റ് നമ്മൾ നോക്കുക, ചെസ്റ്റ് ക്ലിയർ ആണോ എന്ന് നോക്കുക, കാർഡിയാക് നോക്കുക, ന്യൂമോണിയ ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ പെരികാർഡൈറ്റിസ് ഉണ്ടോ എന്ന് നോക്കുക, ആൻജിയോ ഉണ്ടോ എന്ന് നോക്കുക. ഇമ്മീഡിയറ്റ് ഇറ്റ് ഹാസ് ടു ബി ഡൺ 5 minutes 2-3 minutes. ആൻജൈന ആണെങ്കിൽ നമുക്ക് നിൽക്കാനുള്ള നേരമില്ല. ഓൺ ദ സ്പോട്ട് നമുക്ക് ചെയ്യാനുള്ളത് അമൈൽ നൈട്രേറ്റ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്മെൽ ചെയ്യുക, പ്ലസ് ഈ സിംറ്റംസ് നോക്കി നമുക്ക് മെഡിസിൻസ് കൊടുക്കാം. അപ്പോൾ വി ക്യാൻ സേവ് ദ പേഷ്യൻറ്റ് വെൻ വി ഡയഗ്നോസ് ദ കേസ്. ഇതൊക്കെ സംഭവിക്കില്ലല്ലോ ഒന്നും പറയരുത്, സംഭവിച്ചത് കൊണ്ടാണ് നമ്മൾ ഇത് ഓർത്ത് എഴുതി വെക്കണത്. ഇതുപോലൊരു കേസ് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ക്ലിനിക്കിൽ. ഞാൻ ഇത് അമൈൽ നൈട്രേറ്റ് ഇട്ട് ഇമ്മീഡിയറ്റ് റെഫർ ചെയ്തു. പോണ വഴിക്ക് അമൈൽ നൈട്രേറ്റ് കൊടുത്തോളാൻ പറഞ്ഞു, മണപ്പിക്കാനും പറഞ്ഞു, നാവിലോട്ട് ഇട്ടോളാൻ പറഞ്ഞു, ഓൺ ദ സ്പോട്ടായിട്ട് ഇട്ടോളാൻ പറഞ്ഞു. നമ്മുടെ അവിടുന്ന് ക്ലിനിക്കിൽ നിന്ന് ആസ്റ്ററിലോട്ട് പോകാൻ ഒരു 10-15 minutes ആസ്റ്ററിലോട്ട് എത്തും. അവര് കാറിൽ വന്നു, ചുമ എന്നൊക്കെ പറഞ്ഞു വന്നാണ്. പക്ഷെ ഇതുപോലെ വന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് നമ്മൾ കൊടുത്തു. പേഷ്യന്റ് സർവൈവ് ചെയ്തു. അവർക്ക് ഇത് ചെയ്യേണ്ട വന്നു, ബൈപ്പാസ് ചെയ്യേണ്ട വന്നു. ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഡേ ബൈപ്പാസ് ചെയ്ത് പേഷ്യന്റിനെ സേവ് ചെയ്യാൻ പറ്റി. ഓക്കെ, അടുത്തതാണ് ഫോർമലിൻ. ഫോർമലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ ഉണ്ടോന്ന് വെച്ചാൽ മെഡിസിൻ ഉണ്ട്. ഫോർമലിൻ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. നമ്മള് ഡ്രൈ കഫ് ആണ്. അതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യൂലേ, നമ്മള് എന്താ പറയാ, സ്റ്റീം ഇൻഹലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ് ഫോർമലിൻ. നിങ്ങൾ ബോറിക് എടുത്ത് നോക്കിയോ, ബോറിക്കിൽ ഇറ്റാലിക്സിൽ തന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് വിൻ ഹോട്ട് വാട്ടർ, അതായത് വെള്ളം തിളയ്ക്കുമ്പോൾ ഫോർമലിൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ചൂടാവുമ്പോഴല്ല, തിളച്ച വെള്ളത്തിൽ ഫോർമലിൻ ഇടാമല്ലോ. ഫോർമലിൻ ഇട്ടിട്ട് തിളപ്പിക്കരുത്. ഫോർമലിൻ ടിഞ്ചർ നമ്മളുടെ ഇതിലിട്ടിട്ട് തിളപ്പിക്കരുത്. ജസ്റ്റ് ചൂടായി വരുന്നതിൽ ഫോർമലിൻ ഇടുക. അതാണ് പ്രാക്ടിക്കൽ ഫോർമലിന്റെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ്നെസ് വരാനുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ്. അപ്പോൾ ഹോട്ട് വാട്ടറിലാണ് ഡ്രൈ കഫ് ഫോർമലിൻ ഹോട്ട് വാട്ടർ, അതായത് ചൂടുവെള്ളത്തിൽ ഇടുക എന്നുള്ളതാണ്. പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിക്കരുത്. വെള്ളം തിളച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മിനിമം ചൂട് വരുമ്പോൾ നമ്മൾ ഫോർമലിൻ ഇട്ട് കൊടുക്കുക. ഡ്രൈ കഫാണ്. ഫോർമലിൻ്റെ അറിയാമല്ലോ, നമുക്ക് എന്ത് പഞ്ചൻ സ്മെല്ല് വന്നേ ഉടനെ നമുക്ക് ചുമ വരും. അതുപോലെ നമുക്ക് ചിന്തിക്കാവുന്ന മെഡിസിൻസിൽ ഒന്നാണ് മെന്തയുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോക്ക് അഗ്രവേഷൻ, ടുബാക്കോ സ്മോക്ക് അഗ്രവേഷൻ. ടബാക്കോ ഉണ്ട്, മെന്തയും നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അതുപോലെ മെന്തയുടെ ചുമ വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഈ ഞാൻ കൈ വെക്കുന്നുണ്ട്, കാണാൻ പറ്റുമെന്ന് അറിയില്ല. ജസ്റ്റ് ഈ സൂപ്രാസ്റ്റേണൽ ഏരിയ എന്ന് വരുന്ന കഫിനാണ് മിക്കവാറും നമുക്ക് മെന്ത യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴും അറിയാം അവിടെ ഒരു ചൊറിച്ചില്ല, അല്ലെങ്കിൽ അവിടെ നിന്നാണ് ചുമ വന്ന് ഇങ്ങനെ ആക്കി
ക്ലിയർ ചെയ്യണം. അപ്പൊ വയറ്റിയ നമുക്ക് ചിന്തിക്കാം, ക്ലിയർ ചെയ്യേണ്ട എല്ലാ മെഡിസിൻസും നമുക്ക് ചിന്തിക്കാം. പക്ഷെ മെന്തയുടെ വ്യത്യാസം എന്ന് വെച്ചാൽ കൂളായിരിക്കും, ഒരുമാതിരി ഐസി കോൾഡ് മൂവ് ചെയ്യണ പോലെ ഉണ്ടാവും. ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ കോൾഡ് ഫീലിംഗ് ആയിരിക്കും. ബാക്കിയുള്ള അതിനൊക്കെ ഇറിറ്റേഷൻസ് ആയിരിക്കും, ഇതൊരു കൂൾ ഫീലിംഗ് ആയിരിക്കും. പക്ഷെ അവിടെ കൂൾ ഫീലിംഗ് വരും, ചെറിയ ഇറിറ്റേഷൻ വരും, ചുമ വരും. ഓക്കെ, മെന്തയുടെ സ്ഥിതി ഇതാണ്. മെന്തോള് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പക്ഷെ ഇറ്റ്സ് എ കെമിക്കലാണ് മെന്തോള്. സ്റ്റാർട്ടിങ് ഫ്രം മെന്തോളും മെന്തയുടെയും വ്യത്യാസം എന്ന് വെച്ചാൽ മെന്തയുടെ ഒരു ഇറിറ്റേഷൻ പോലെ ഒരു കോൾഡ്നെസ് ആണ്. മെന്തോളിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്തോ കുത്തുന്ന പോലെ, അതായത് കട്ടിങ്, സ്റ്റാബിങ് ആൻഡ് കട്ടിങ് പെയിൻ ആണ് ചുമയുടെ കൂടെ. അപ്പൊ നിങ്ങൾക്കറിയാം അതിന്റെ ഇൻഡിക്കേഷൻ എന്താണ്, അതിന്റെ സിവിയറിറ്റി എന്താണ്. തേർഡ് നമ്മൾ ഗ്രേഡിങ് എടുക്കുമ്പോൾ കെൻഡിലാണെങ്കിൽ 3 ഗ്രേഡിൽ വരും ഈ സ്റ്റാബിങ് പെയിനും. അപ്പൊ നൈട്രിക് ആസിഡും ഇതും തമ്മിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ചുമ റേഡിയേറ്റിംഗ് എൻറ്റയർ ചെസ്റ്റ് ആണ്, അതായത് നമ്മൾ ചെസ്റ്റിന്റെ മൊത്തമായിരിക്കും. ചുമ ചിലപ്പോൾ ഒരു സ്ഥലത്തു നിന്നായിരിക്കും തുടങ്ങണം, പക്ഷെ അതിന്റെ പെയിനും ബാക്കി കാര്യങ്ങളും ആ ഒരു വീക്ക്നെസ് ഒക്കെ എൻറ്റയർ ചെസ്റ്റിൽ വരും. അതാണ് മെന്തോളും അതിന്റെ ഇൻഡിക്കേഷൻ ആയിട്ട് സ്റ്റാബിങ് പെയിനും വരും. അപ്പൊ ഇതാണ് മെന്തയും മെന്തോളും തമ്മിലുള്ള വ്യത്യാസം. മാക്കോസസ്, മാക്ഫോസും ചുമയ്ക്ക് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. നമ്മൾ പെയിനിന് മാത്രം കൊടുക്കുന്നു, അല്ലെങ്കിൽ എപ്സം സോൾട്ട് ആയിട്ട് മാക് സൾഫ് ഇതൊക്കെ ആയിട്ട് മാക് ഗ്രൂപ്പ് വരുന്നതാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെടുക്കാനേ പറ്റില്ല. പേഷ്യന്റ് കൻ നോട്ട് ലൈ ഡൗൺ, അപ്പ തുടങ്ങും. അല്ലെങ്കിൽ അത് ചുമച്ച് കെടുക്കാൻ പറ്റില്ല, കിടന്നു കഴിഞ്ഞാൽ കൂടും. മറ്റേതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലൈ ഡൗൺ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് ചുമ വരുന്നത്. ഇത് നമുക്ക് കെടുക്കാൻ തന്നെ പറ്റില്ല, അത്രയ്ക്കും ഡ്രൈ കഫ് ആയിരിക്കും. അപ്പൊ ഇതൊക്കെ ഡിഫറൻസിയേഷൻ ആണ്. ഇതൊക്കെ നമുക്ക് നടക്കേണ്ടത് നമ്മുടെ മൈൻഡിൽ. പേഷ്യന്റ് വന്നിരിക്കുന്നു, നമുക്കൊരു 5 മിനിറ്റ്സിൽ അക്യൂട്ട് കേസ് ആയിരിക്കും, അടുത്ത പേഷ്യന്റ് വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇമ്മീഡിയറ്റ് ചെറിയ പോയിന്റ്സിലായിരിക്കും നമുക്ക് ഒരു മെഡിസിനും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സാന്റോണിൻ കഫ് എന്ന് പറഞ്ഞാൽ സിന, സാന്റോണിൻ ഒക്കെ ആന്റി വേംസ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് വേമിന്റെ കൂടെ വരുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു മെഡിസിൻ ആണ് സിന ഉണ്ട്, സാന്റോണിൻ ഉണ്ട്. പിന്നെ സാന്റോണിൻ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആയിട്ട് വേറെ ഇൻഡിക്കേഷൻസ് വരുന്നത്, ഈ സാന്റോണിൻ ഈ മൂത്ര കടച്ചിലിനൊക്കെ നല്ലതാണ്. ഈവൻ മിക്ചുറേഷൻ, ബ്ലീഡിങ് വെൻ പാസിങ് യൂറിൻ. ഓക്കെ, പിന്നെ ഇൻകോണ്ടിനൻസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഇൻകോണ്ടിനൻസ് നമ്മൾ നമ്മൾ കൊടുക്കുന്നത്, സാധാരണ കൊടുക്കുന്നത് ഇതിന് നമ്മുടെ മെഡിസിൻ പറഞ്ഞു. ഇൻകോണ്ടിനൻസിന് തൈറോയിഡിന് ഞാൻ കൊടുക്കാറുണ്ട്. നാട്രമ്യൂർ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. നിങ്ങൾ തൈറോയിഡിന് ഒന്ന് എടുത്ത് വായിക്കണം, അതിന് ഇൻകോണ്ടിനൻസ് കറക്റ്റ് പറയുന്നുണ്ട്. പിന്നെ എറിജറോൺ അല്ലെ, എറിയോഡിക്റ്റോൺ അല്ല, എറിജറോൺ തന്നെ ഉണ്ടോ? ഓക്കെ, അപ്പൊ അത് കരുന്നില്ല. അപ്പൊ സാന്റോണിൻ ഡിസ്യൂരയ്ക്കും നല്ലതാണ്, ഇൻകോണ്ടിനൻസിനും കൂടി നമുക്ക് ചിന്തിക്കാവുന്ന മെഡിസിൻസിൽ ഒന്നാണ്. ഇഫ് ദർ ഇസ് എ ഹിസ്റ്ററി ഓഫ് വേം. പിന്നെ വരുന്നതാണ് ഓസ്മിയം. ഓസ്മിയം നമ്മൾ മെറ്റലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചുമ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി മുഴുവനിട്ട് കുലുക്കും, അത്രയ്ക്ക് ചുമയാണ്, അത്രയ്ക്ക് ബാർക്കിംഗ് ചുമയാണ് ഓസ്മിയത്തിന് വരുന്നത്. നമ്മൾ ഇരുന്ന് കെടുന്നു കഴിഞ്ഞാൽ ബോഡി കൂലിംഗ് നമ്മൾ എണീക്കും. ഓക്കെ, പെയിൻ ഇൻ ദ ലാരിങ്സ്, കഫ് ആൻഡ് എക്സ്പെക്ട്രേഷൻ വിത്ത് സ്ട്രിഞ്ചി മ്യൂക്കസ്. അതായത് ഒന്നും വരില്ല, ഒരുമാതിരി സ്ട്രിഞ്ചി മ്യൂക്കസ് വരുന്ന ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് ചെലിഡോണിയവും ചിന്തിക്കാം. ഓക്കെ, അപ്പൊ പിന്നെ വരുന്നത് പിക്സ് ലിക്വിഡയുടെ ഇൻഡിക്കേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ആന്റിയം ടാറ്റൊക്കെ പോലെയുള്ള ഒരു ലൂസ് കഫുള്ള ചുമയായിരിക്കാം. പിന്നെ ഇൻഫ്ലുവൻസ കഴിഞ്ഞിട്ട്, അതായത് നമ്മുടെ കോമൺ വൈറൽ ഫീവർ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാവുന്ന ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. എറിയോഡിക്റ്റോൺ ഉണ്ട്, നാട്രം സാലിസിലിക്ക ഉണ്ട്, പിന്നെന്താണ് ഫോസ്ഫറസ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ യു ക്യാൻ തിങ്ക് അബൌട്ട് ആഫ്റ്റർ ഫീവർ അല്ലെങ്കിൽ ആഫ്റ്റർ ഇൻഫ്ലുവൻസ, പിക്സ് ലിക്വിഡേയും കൂടെ നമ്മൾ ഒരു 3 മാർക്സിൽ തന്നെ ആ ഗണത്തിൽ കൂട്ടണം. ഓക്കെ,
പിന്നെ നമ്മൾ വല്ലപ്പോഴൊക്കെ ചിന്തിക്കുന്ന ഒരു സാധനമാണ് ഇപ്പറ്റോറിയം. ഓക്കെ, പിന്നെ ഇതിന്റെ ഇപ്പറ്റോറിയത്തിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ പകലുള്ള ചുമക്കൊക്കെ ഒരു ഡ്രൈ കഫ് ആണെങ്കിൽ രാത്രി വരുന്ന ചുമക്ക് ഒരു ലൂസ് കഫ് ആയിരിക്കും. അപ്പൊ രണ്ട് ഡിഫറൻസ്. പിന്നെ നമുക്കറിയാം ഇപ്പറ്റോറിയത്തിന്റെ ബോഡി പെയിനും അതൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷെ അലോങ് വിത്ത് ദാറ്റ് ഈ ഒരു സിംറ്റം, അതായത് പകല് ചുമക്കുന്നത് ഡ്രൈ കഫ് ആയിരിക്കും, രാത്രി ചുമക്കുന്നത് ഒരുമാതിരി ഫ്ലം ഉള്ള കഫായിരിക്കും. ഓക്കെ, ആ ഒരു ഡിഫറൻസിയേഷൻ ആണ് ബാക്കിയുള്ള മെഡിസിൻസിനേക്കാളും. പിന്നെ ബോഡി പെയിൻ അത് ഇത് ആസ് യൂഷ്വൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഓക്കെ. പിന്നെ ഉള്ളത് ഞാൻ ഒന്നും കൂടി കാരണം വെച്ചാൽ ഞാൻ കുറച്ച് ഒന്ന് കുറിച്ച് വെച്ചതാണ്, അതൊന്ന് കറക്റ്റായിട്ട് ഒന്ന് വായിക്കാം. കാമോമില്ലയുടെ ഒരു കഫിന്റെ ഡിഫറൻസ് ഞാൻ പറയാം. കാമോമില്ലയുടെ കഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കുട്ടികൾക്ക് വേണം കൂടുതലുണ്ട്, പക്ഷെ കുട്ടികൾ എണീക്കില്ല. നല്ല ചുമയായിരിക്കും, ഡ്രൈ ചുമയായിരിക്കും, പക്ഷെ കുട്ടികൾ എണീക്കില്ല. ചുമ ഉണ്ടാവും, പക്ഷെ കുട്ടികൾ എണീക്കില്ല. അങ്ങനെയുള്ള മെഡിസിൻസ് അവർ തന്നെ പറയും, സാർ ഇത്രയും ചുമയായിട്ട് അവൻ ചിലപ്പോൾ എണീക്കാറ് പോലും ഇല്ല, അവന് അറിയാറ് പോലുമില്ല. അങ്ങനെയുള്ള മെഡിസിൻ, അങ്ങനെയുള്ള ഒരു കേസ് നിങ്ങൾക്ക് കിട്ടും. 100% കിട്ടാറുള്ള കേസാണ്. 10 കേസിൽ ഒരു 3 ചിലപ്പോൾ അങ്ങനെ വരും. ഓക്കെ, അങ്ങനെ വരുന്ന കേസുകളാണെങ്കിൽ നമുക്ക് കാമോമില്ല ചിന്തിക്കാം. ഓക്കെ, ഇനി ചുമച്ചിട്ട് എണീക്കുകയാണെന്ന് വെക്കാം രാത്രി, അങ്ങനെ വരുന്ന മെഡിസിൻസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡ്രോസറൈൻ, ഗീസറൈൻ. പിന്നെ പക്ഷെ അലിയൻസെപ്പ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഇങ്ങനെ രാത്രി ചുമ വന്നു കുട്ടി എണീക്കുകയാണെങ്കിൽ അലിയൻസെപ്പ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. റൂമക്സ് ഉണ്ട്, ബാക്കിയുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ടെങ്കിലും അലിയൻസെപ്പ നമുക്ക് കൂടി ചിന്തിക്കാം. കാരണം അലിയൻസെപ്പ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഇപ്പോൾ കോൾഡിനുണ്ട്, കഫിക്കുണ്ട്, ആഫ്റ്റർ കോൾഡിനുണ്ട്, ഡ്യൂറിങ് കോൾഡ്, നമ്മുടെ റൈനൈറ്റിസ്, എല്ലാത്തിനും അലിയൻസെപ്പ നമുക്ക് ചിന്തിക്കാവുന്ന. അതിന്റെ കൂടെ ഇതുണ്ട്. ചിലപ്പോൾ കണ്ണീന്നൊക്കെ വെള്ളം വന്നിട്ടൊക്കെ ആയിരിക്കും അലിയൻസെപ്പ എണീക്കണത്. ഓക്കെ, അല്ലെങ്കിലും കണ്ണീന്ന് വെള്ളമൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു സിംറ്റംസ് വന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ തിങ്ക് അബൌട്ട് അലിയൻസെറ്റൈവ. അടുത്ത മെഡിസിൻ നമ്മൾ ഒരിക്കലും വളരെ റെയറായിട്ട് ചിന്തിക്കുന്ന ഒരു മെഡിസിനാണ്. നമ്മൾ ഈ കോൾഡ് ക്ലൈമറ്റിൽ പോയി, അല്ലെങ്കിൽ ഒരു വൈകുന്നേരം നമ്മൾ തണുത്ത ക്ലൈമറ്റ്, നമ്മുടെ നാട്ടിൽ നാട്ടിൻപുറത്ത് തന്നെ ഉണ്ടാവുമല്ലോ, കുറച്ച് രാത്രി നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലത്ത് പോയിട്ട് നമ്മൾ വരുമ്പോൾ ഒരു ചുമ വരുന്നു. കാർബോവെജ്, നമ്മൾ ബാക്കി ഹെപ്പാർ സൾഫ അത് ഇതൊക്കെ ചിന്തിക്കും, പക്ഷെ കാർബോവെജ് ആണ് ശരിക്കും ഇറ്റാലിക്സിൽ വരെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു മെഡിസിനും കൂടിയാണ് കാർബോവെജ്. നമ്മൾ ഗ്യാസിന്, പിന്നെ ഇത് നമ്മുടെ ഓക്സിജൻ കപ്പാസിറ്റി കുറയുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കാർബോവെജ് അല്ലെങ്കിൽ സ്ലോനെസ് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അലോങ് വിത്ത് ദസ് ഈ ഒരു സിംറ്റത്തിനും കൂടി നമ്മൾ ചുമയ്ക്കും കൂടുതൽ വരുമ്പോൾ അതൊന്ന് ഉപയോഗിക്കാം. അതേസമയം ഈ ഹോട്ട് എയർ ആണ്, നമ്മൾ ചിലപ്പോൾ സമ്മർ, അതായത് നമ്മുടെ മാർച്ച് ഏപ്രിലൊക്കെ നല്ല ചൂട് കാറ്റുണ്ടാവും. അങ്ങനെ വരുന്ന ചുമയൊക്കെ ആണെങ്കിൽ കാലി സൾഫാണ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഓക്കെ, കാലി സൾഫ് നമ്മുടെ നാട്ടിൻപുറത്തും നമ്മുടെ സിറ്റിയിലൊക്കെ എപ്പോഴും ഉണ്ട്. രാത്രിയാകുമ്പോൾ നല്ല ചൂടുണ്ടാവും, ചൂട് കാറ്റടിക്കും. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും നമ്മൾ ചൂട് കാറ്റടിക്കും. അങ്ങനെയുള്ള ക്ലൈമറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മെഡിസിനാണ് കാലി സൾഫ്. ബാക്കിയുള്ള മെഡിസിൻ ഒന്നും ഇല്ല എന്നല്ല ഞാൻ ഈ പറയുന്നത്, പക്ഷെ ദിസ് ഈസ് വൺ ഓഫ് ദ, നമ്മൾ പലപ്പോഴും കൊടുത്തിട്ട് ഇതൊക്കെ എങ്ങനെ നമ്മൾ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ക്യാമ്പുകൾ നമ്മൾ കണ്ടമാനം ആദ്യം ട്രൈ ചെയ്യും. പിന്നെ അവിടെ നിന്ന് കിട്ടിയ സക്സസ് ആണ് നമ്മൾ ക്ലിനിക്കിലോട്ട് എടുക്കുക. ഡോക്ടർ രമാദേവി ഡോക്ടറുടെ ഒക്കെ കൂടെ എത്രയോ കൊല്ലങ്ങൾ തന്നെ നമ്മൾ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. അവിടെ നിന്നൊക്കെ കിട്ടുന്ന ലേണിംഗ് ആണ് നമ്മൾ ക്ലിനിക്കിൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് തെറ്റാവാം, റിസൾട്ട് കിട്ടണമെന്നുണ്ടാവില്ല. അപ്പൊ പേഷ്യന്റ് വന്നിട്ട് പറയുമ്പോൾ നമ്മൾ രണ്ടാമത് റീടേക്ക് ചെയ്യും.
അപ്പൊ നമ്മൾ വായിക്കും, ഒന്നും കൂടി നമ്മൾ ബുക്സ് എടുക്കും, കെന്റ് എടുക്കും, ബോറിക് എടുക്കും, മറ്റേ ബുക്ക് എടുക്കും, ഈ ബുക്ക് എടുക്കും, ഡിഫറൻസിയേഷൻ പറ്റുന്ന ബുക്സ് എടുക്കും, എല്ലാം എടുക്കും, ഒന്നും കൂടി വായിക്കും. പേഷ്യന്റിനെ നമ്മുടെ കൺസൾട്ടേഷൻ റൂമിൽ തന്നെ ഇരുത്തുന്നത്, പുറത്തിരിക്കുന്നുണ്ട്, നമ്മളത് വായിച്ചിട്ട് ഒരു ക്വിക്ക് റെഫറൻസ് ഒക്കെ ചെയ്യുമ്പോൾ ചില മെഡിസിൻ നമ്മുടെ കണ്ണിൽ പെടും, അല്ലെങ്കിൽ ചില സിംറ്റംസ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ അവര് തന്നെ പറയും, സാർ അത് ചൂട് കാറ്റൊക്കെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ എനിക്ക് ചുമ വരിക. അത് ചൂട് കാറ്റ് മറ്റേ നോക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക ഫോസ്ഫറസ് ഗീസ്ഫറസ് അങ്ങനത്തെ മെഡിസിനാണ്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ കൊടുത്തതാണല്ലോ എന്നിട്ട് മാറിയില്ലല്ലോ എന്ന് നോക്കുമ്പോഴാണ് ഈ ഹോട്ട് എയർ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യാം. അങ്ങനെ പിന്നെ അതെടുത്ത് തപ്പുമ്പോൾ നമുക്കത് കിട്ടിയിരിക്കും, അത് വരും. അത് മാത്രമല്ല, എനിക്കൊരു 5-10 ഡോക്ടർ ജൂനിയേഴ്സ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾ ഓൺ ദ സ്പോട്ട് ഇപ്പോൾ ഒരു ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യണതുണ്ടെങ്കിൽ ഞങ്ങൾ ഉടനെ ആ ഗ്രൂപ്പിലോട്ട് കയറ്റിയിടും, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഇട്ട് കൊടുക്കും, ഇങ്ങനൊരു സാധനം ഉണ്ട് പെട്ടെന്ന് നോക്കിയിട്ട് പറയുന്നത്. അപ്പൊ അതിൽ ഫ്രീ ഉള്ളവരൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് റെപ്പറ്റൈസേഷനൊക്കെ അവര് കില്ലാടികളാണ്. അപ്പൊ അവരെടുത്ത് നോക്കിയിട്ട് പറയും ഇന്ന മെഡിസിനാണ് ഡോക്ടർ എന്ന് പറയും. അപ്പൊ അത് കൊടുക്കും, പിന്നെ നമ്മൾ അതിട്ട് ഒന്നും കൂടി ഒന്ന് വായിക്കും. അങ്ങനെയൊക്കെയാണ് വി മേക്ക് തിങ്സ് ഇത്. അപ്പൊ ലേണിംഗ് ഇസ് ഫ്രം ജൂനിയേഴ്സ്, ലേണിംഗ് ഇസ് ഫ്രം എവ്രി വൺ, സീനിയർ, ജൂനിയർ, ഫ്രഷർ, ബിഗിനർ ഒന്നുമില്ല. ഇത് ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ജയറാം സാറാണ്. എവിടെ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടിയോ വായിക്കുക, വെറുതെ വായിക്കാതെ അത് പഠിക്കരുത്, അത് വായിച്ച് കൺഫേം ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേ ടൈം കഫ് മാത്രം, രാത്രി ലൂസ് കഫ്, ഡേ ടൈമിൽ ഡ്രൈ കഫ്. ഡേ ടൈമിൽ മാത്രം വരുന്ന കഫാണെങ്കിൽ ഇഫ്രേഷ്യ. ഓക്കെ, ഇഫ്രേഷ്യ ഒക്കെ നമ്മൾ കണ്ണിലൊഴിക്കാനും ചെറിയ കോൾഡിന് ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കാം. പക്ഷെ ചുമ അഗ്രവേഷൻ ഡേ ടൈം, ബാക്കിയുള്ള മെഡിസിൻസ് ഇൻഡിക്കേറ്റഡ് ആയിട്ടും റിസൾട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ മെഡിസിൻ ആയിട്ട് പോലും നമുക്ക് ചിന്തിക്കാവുന്ന ഒരു മെഡിസിനാണ് ഇഫ്രേഷ്യയും ഫെറമെറ്റും. ഓക്കെ, പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ കോൾഡ് ക്ലൈമറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് മെഫൈറ്റിസ്. കൊക്ക ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ കൊക്ക നമുക്ക് ചിന്തിക്കാം. പക്ഷെ കോൾഡ് കയറുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കോൾഡ് ക്ലൈമറ്റ്, അല്ലെങ്കിൽ നമുക്ക് അവർ പറയുന്നത് സാറേ ഞങ്ങൾ ഇപ്പൊ തന്നെ അടുത്ത് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടൊന്നുമില്ല, യൂറോപ്പ് കറങ്ങാൻ പോയപ്പോൾ ആ പേഷ്യന്റ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറ് യൂറോപ്പാ പോകണം, അതായത് നവംബർ ഡിസംബർ കഴിഞ്ഞല്ലോ, പണി കിട്ടും ഡോക്ടറിനോട്. ഞാൻ പറഞ്ഞു ഒന്നും നിങ്ങളെ ടെൻഷൻ എടുക്കണ്ട, ഈ മെഡിസിൻ എടുത്തുകൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമുണ്ടാവില്ല. 20-25 ദിവസം യൂറോപ്പ് മുഴുവൻ കറങ്ങി ക്രിസ്മസും ന്യൂ ഇയറും മഞ്ഞിൽ കിടന്ന് കളിച്ചിട്ട് പോലും അയാൾക്ക് ഒരു അസുഖവും വരാതെ അയാൾ നാട്ടിൽ തിരിച്ചെത്തി. ഓക്കെ, അതില് മെഫൈറ്റിസ് ഉണ്ട്, സൊറൈനോ ഉണ്ട്, ആന്റിമോണിയം സൾഫാസ്. ആന്റിമോണിയം സൾഫാസ് ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. ആന്റിമോണിയം സൾഫ്യൂരിക്കം ആസിഡാണ്, ആസ് ആണ്, അസിഡിക്കും അല്ല, ആസ്. അപ്പൊ ആന്റിമോണിയുടെ ഉണ്ട്, സൾഫറിന്റെ ഉണ്ട്, ആർസനിക്കിന്റെ സിംറ്റം കിട്ടും. ഈ 3 കമ്പൈൻഡ് ഇതാണ് നമുക്ക് കിട്ടുന്നത് കോൾഡ് ക്ലൈമറ്റിൽ പോകുമ്പോൾ കിട്ടുന്നത്. ന്യൂമോണിയ ഒക്കെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നത് കോൾഡ് എയർ. ഞാൻ പറഞ്ഞു കോൾഡ് എയർ നേരത്തെ ഞാൻ പറഞ്ഞു, മെന്തേം കാർബോജും. കോൾഡ് ക്ലൈമറ്റ്, കോൾഡ് എയർ, നമ്മൾ ബൈക്കിലൊക്കെ രാത്രി ഓടിക്കുമ്പോൾ കോൾഡ് എയർ അടിച്ചിട്ട് ഹെപ്പാർ സൾഫൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ കൂടെ മെന്തേം കാർബോജും വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റഡ് മെഡിസിൻസിൽ ഒന്നാണ്. ഇവര് പറയും ഡോക്ടർ ഞാൻ പോയി വരുന്നത് ഡെയിലി രാത്രി 8 മണി കഴിഞ്ഞ് ഓഫീസ് അടച്ചിട്ട് എൻ്റെ വീട് കോതമംഗലമാണ്, ഞങ്ങളതൊന്ന് പെരുമ്പാവൂർ കോതമംഗലം ആ സൈഡിലാണ്. അപ്പൊ എറണാകുളത്ത് നിന്നൊരു 1 അവർ ബൈക്കാണുള്ളത്. ചിലപ്പോൾ ബൈക്കിലൊക്കെ പോയി 1 മണിക്കൂർ കൊണ്ടൊക്കെ കോതമംഗലം മൂവാറ്റുപുഴ വഴിയൊക്കെ കയറും. ഒരു ഡെയിലി പോകുന്നതുകൊണ്ട് അവർക്ക് അറിയാവുന്നുണ്ട്, പക്ഷെ നല്ല കാറ്റടിക്കും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് വിറ്റേഴ്സും ചുമയും കൊണ്ട് വല്ലപ്പോഴും ചുമയൊക്കെ ആയിട്ട് വരും. അത് ഈ മെഡിസിനാണ്. പിന്നെ കാർബോജ് വേറെ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത് തണുത്ത വെള്ളം കുടിച്ചിട്ട് വരുന്ന ചുമയ്ക്ക്. കാർബോജ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. തണുത്ത വെള്ളം, നമ്മൾ ബാക്കി എല്ലാ മെഡിസിൻസും ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ ഇത് ചെയ്യുന്നില്ല. ബട്ട് ഇൻഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഓൾമോസ്റ്റ് കൊടുത്താൽ റിസൾട്ട് കിട്ടുന്ന ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു മെഡിസിന്റെ കൂട്ടത്തിലാണ് കാർബോജിന്റെ സ്ഥാനം. ഓക്കെ,
കാർബോജന് വേറെ വരണമെന്ന് വെച്ചാൽ ഇവൻ വെള്ളം കുടിക്കേ, പെട്ടെന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് ചുമ പെട്ടെന്ന് നിറകെ കയറി, പിന്നെ ചുമ വന്നു. കുടിക്കുന്നത് എന്ത് കുടിച്ചാലും ഓക്കെ, എന്ത് കുടിച്ചാലും ഛർദ്ദിക്കുന്നത് ഫോസ്ഫറസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. അതുപോലെ ചുമ വരുമ്പോൾ എന്ത് വെള്ളം കുടിച്ചാലും ഇതൊക്കെ വരുമ്പോൾ ബെസ്റ്റ് മെഡിസിനിലൊന്നും, അതിനും ബെസ്റ്റ് മെഡിസിൻ ആണ് കാർബോജൻ. അപ്പൊ എത്ര ഇമ്പോർട്ടൻസ് കഫിന് ഉണ്ടെന്ന് നമുക്കറിയാം കാർബോജന്റെ. ഓക്കെ, അതുപോലെ ആർസനിക് ആൽബ്, വെറുതെ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് കുടിക്കുക, തണുത്തതാവണമെന്നില്ല, എന്തെങ്കിലും ജ്യൂസ് കുടിക്കുമ്പോൾ തന്നെ വരുന്നത് ആണ് ഈ ആർസനിക് ആൽബും കാർബോജൻ. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും എന്തായാലും, ചിലപ്പോൾ വല്ല കപ്പലണ്ടി ആയിരിക്കും, ചിലപ്പോൾ ചോറായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉടനെ നമുക്ക് ചുമ വരും. ഓക്കെ, അങ്ങനെയുള്ള കേസുകളും വരാറുണ്ട്. സാറേ എന്ത് കഴിച്ചാലും അത് കഴിച്ച ഉടനെ അല്ലെങ്കിൽ കഴിച്ചതിന് ശേഷം ഉടനെ ചുമ വരും, എന്നിട്ട് അവനത് പോയി ഛർദ്ദിക്കും. ഓക്കെ, അത് പിന്നതൊന്നും, അപ്പൊ നമ്മൾ ചോദിക്കും എന്തെങ്കിലും ഭക്ഷണമാണോ, അലർജി ആണോ എന്നൊക്കെ ചോദിക്കും. സാർ അങ്ങനെയൊന്നുമില്ല, വീട്ടിലുണ്ടാക്കണ എന്ത് കഴിച്ചാലും ഉടനെ ഒന്നിനെ കഴിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു 2-3 ഉരുള കഴിക്കുമ്പോൾ തന്നെ അവന് ചുമ വരും, അല്ലെങ്കിൽ അവൻ കഴിച്ച ഉടനെ അവൻ എന്തായാലും ചുമച്ച് ഛർദ്ദിക്കും. അങ്ങനെയുള്ള ഒരു മെഡിസിൻ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ലാക്ടസിസ് ചിന്തിക്കണം, മെസേറിയൻ ചിന്തിക്കണം. ഓക്കെ, നെക്സോമിക്ക ഉണ്ട്, കാർബോജ് പിന്നെയും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലാക്ടസിസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഭക്ഷണം കഴിച്ചു ഉടനെ ചുമക്കുന്നതിൽ ലാക്ടസിസ് നമ്മൾ ചിന്തിക്കാത്ത മെഡിസിനിൽ ഒന്നാണ്. ലാക്ടസിസ് ഇറ്റാലിക്സിലാണ് ബോറിക്കിലുള്ളത്, അത് കൊടുത്ത് നോക്കുക. മെഡിസിൻ ബെസ്റ്റ് ആണ്, മെസേറിയോ എന്നുള്ളത് മെഡിസിൻ ആണ്. ഓക്കെ, നെക്സോമിക്ക പിന്നെ അറിയാവുന്നതാണ് നമുക്ക് എല്ലാം, ഫുഡ് റിലേറ്റഡ് അല്ലെങ്കിൽ അസിഡിറ്റി വന്നിട്ട് ചിലപ്പോൾ ഇത് വരുന്നത് അസിഡിറ്റിയും കൂടിയാണ്. അതാണ് നെക്സോമിക്ക ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്നത്. മനസ്സിലാവണ്ട, അവന് അസിഡിറ്റി വരും, ചിലപ്പോൾ മസാല ഒക്കെ കൂട്ടിയിട്ട് അവന് അസിഡിറ്റി ഉണ്ടാവും. അപ്പൊ അവൻ ഫുഡ് കഴിക്കുന്നത് മുഴുവൻ ഛർദ്ദിക്കും, അല്ലെങ്കിൽ അവന് ഇറിറ്റേഷൻ വരും, അസിഡിറ്റി റിഫ്ലക്സ് വരും, ഛർദ്ദിക്കും. ദാറ്റ് ഈസ് വൈ നെക്സോമിക്ക ഈസ് ഓൾസോ ഇൻഡിക്കേറ്റഡ് ഇവിടെ. ഓക്കെ, ഓക്കെ. പിന്നെ വരും ചെറിയ കുട്ടികൾ വരും. സാറ് ചെറുപ്പത്തിൽ അവന്റെ മേൽ കരപ്പനുണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്കിൻ എക്സിമ ഉണ്ടായിരുന്നു. അത് മാറിയതിന് ശേഷമാണ് അവന് ചുമ തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ ആദ്യം കൊടുക്കുന്ന മെഡിസിൻ സൾഫർ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ആ തോട്ട് പ്രോസസ് ഒന്ന് മാറ്റി നോക്ക്, സൊറൈനം കൊടുത്തു നോക്ക്. സോറിക് മയാസം തന്നെയാണ്, പക്ഷെ സൾഫറിന് പകരം സൊറൈനം കൊടുത്തു. അങ്ങനെയുള്ള കേസുകൾ നമ്മുടെ കുട്ടികളുടെ എല്ലാവർക്കും വരാറുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച്, പണ്ട് കരപ്പെന്നൊക്കെ പറഞ്ഞ് പൊങ്ങി വരട്ടെ, ഹോമിയോ മരുന്ന് മാത്രം കൊടുത്ത് പൊങ്ങി ഒക്കെ കളഞ്ഞതാണ്, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ല. ഇപ്പൊ കരപ്പൻ വന്നു കഴിഞ്ഞാൽ ഉടനെ അവര് എന്തെങ്കിലും ഓയിൻമെന്റ് ഒക്കെ പരട്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ച് അത് മാറും. മാറിക്കഴിഞ്ഞാൽ ഒരു 2 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ അവന് ചുമ വരും, നിർത്താൻ പറ്റാത്ത ചുമ വരും. അപ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മളടുത്ത് വരും. അവിടെ കൊണ്ടേ കാണിക്കുക, അലോപ്പതി കൊണ്ടേ കാണിച്ചിട്ട് മാറാതെ 2-3 ആഴ്ച മരുന്ന് കൊടുത്തിട്ട് മാറാതെ അങ്ങനെയുള്ള കേസുകൾ നമ്മളടുത്ത് വരും. പക്ഷെ നമ്മൾ കേസ് എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കും, ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും സ്കിൻ കംപ്ലൈന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ കറക്റ്റ് ഉത്തരം പറയും, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഡോക്ടർ, അതുകൊണ്ട് ഇത് നല്ലൊരു ഇതാണ്. ഓക്കെ, സൊറൈനം കൂടി നമ്മളൊന്ന് ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ നമ്മൾ പറയുന്നതാണ് രാത്രി ചുമ. അതിൽ ഇഷ്ടംപോലെ മരുന്നുകളുണ്ട്. പക്ഷെ പ്രൂണസ് വിർജീനിയനസ് എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്, അതൊന്ന് നോക്ക് നിങ്ങൾ. പ്രൂണസ് വിർജീനിയനസിന്റെ ഇൻഡിക്കേഷൻ അഗ്രവേഷൻ നൈറ്റ്. ഓക്കെ, പ്രൂണസ് ഇതില് ഈ പ്രൂണസ് തന്നെ നമ്മൾ വേറൊരു കാര്യത്തിലും കൂടി ഉപയോഗിക്കും, അബോഷൻ പ്രിവെന്റ് ചെയ്യാൻ. പ്രൂണസ് അത് വൈബർണം ഓപ്പുലസ് പോലെ, അത് വൈബർണം പ്രൂണിഫോലിയം, വൈബർണം പ്രൂണിഫോളിയം, വൈബ്രസ് ഓപ്പുലസ് അല്ല, വൈബർണം പ്രൂണിഫോലിയം. ഡ്രോപ്സും ഇതൊക്കെ പ്രഗ്നന്റ് ആകുമ്പോൾ സ്പോട്ടിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ വൈബർണം പ്രൂണിഫോളിയം കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഈ സ്പോട്ടിങ് നിൽക്കാറുണ്ട്. ഓക്കെ, അത് കൊടുത്ത് കൺഫേം ആയിട്ടുള്ള മെഡിസിൻ ആണ്.
പിന്നെ നൈറ്റിൽ ഇത് പ്രൂണസ് വിർജീനിയാനം നിങ്ങൾ അത് എടുത്തൊന്ന് വായിക്കുക. അതിന്റെ ഇൻഡിക്കേഷൻ വേറെ ഒന്നുമില്ല, ഡ്രൈ കഫ് വരും, ചിലപ്പോ മ്യൂക്കസ് വരും. പക്ഷെ അഗ്രവേഷൻ നൈറ്റ് നമ്മൾ കൊടുത്തിട്ട് അഗ്രവേഷൻ നൈറ്റുള്ള മെഡിസിൻസ് കൊടുത്തിട്ട് മാറിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇത് ആദ്യം കൊടുത്തു നോക്കുക. പിന്നെ ഈ മെഡിസിൻ നിങ്ങൾ ഏത് നൈറ്റ് കഫ് വന്നാലും മിക്കവാറും നിങ്ങളുടെ ആദ്യത്തെ പ്രിസ്ക്രിപ്ഷനിലൊന്നായിരിക്കും പ്രൂണസ് വിർജീനിയാനസ്. ഓക്കെ, സാനിക്കല ഉണ്ട്, ഇതൊക്കെ സ്ട്രിക്റ്റ, സാംപുക്കസ്, ഇതൊക്കെ നമ്മൾ സ്ഥിരം കൊടുക്കുന്ന മെഡിസിൻ ആണ്. പക്ഷെ പ്രൂണസ് ഇതൊന്ന് കൊടുക്ക്. പിന്നെ നമ്മളെടുത്ത് പേഷ്യന്റ് വന്നിട്ട് പാദരാത്രി കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ കാലി കാർബ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്, എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ മിഡ് നൈറ്റ് ചിലപ്പോൾ നമ്മൾ കാലി കാർബ് എന്ന് പറഞ്ഞാൽ 2 PM 2 AM എന്നൊക്കെ പറയും. പക്ഷെ അത് 12 മണി കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 11:30 12:30 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചുമ തുടങ്ങി 2 മണി വരെ ഒന്നും കാത്തിരിക്കേണ്ട. ഒരു 12:30 ആയാലും നമുക്ക് കാലിക്കാർബ് കൊടുക്കാം, ഇൻഡിക്കേറ്റഡ് ആണ്, വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. മിഡ് നൈറ്റിൽ വിത്ത് എക്സ്പെക്ടറേഷൻ, കണ്ടമാനം എക്സ്പെക്ടറേഷൻ വരുന്ന ഒരു കഫാണെങ്കിൽ, രാത്രിയാണ് ഇത് വരുന്ന കഫാണെങ്കിൽ കോസ്റ്റിക്കത്തിന് അല്ലാതെ തന്നെ നമുക്കറിയാം. പക്ഷെ അതിന്റെ കൂടെ മിഡ് നൈറ്റും കൂടി വരുമ്പോൾ കാലികാർബ് ഡ്രൈ ആയിരിക്കും. കോസ്റ്റിക്കത്തിന്റെ കഫ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും നമ്മുടെ ഇതൊക്കെ വരണം, ഫ്ലം ഉള്ള കഫാണ്. ഓക്കെ, കാർഡിയാക്ക് ഇപ്പൊ എല്ലാവരും 90% പേഷ്യൻസും കാർഡിയാക്ക് ഒരു 30% 40% എങ്കിലും കാർഡിയാക്ക് ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത കേസുകൾ വരുന്നില്ല. കാർഡിയാക്ക് ഇൻവോൾവ്മെന്റ് ഉള്ള കേസുകളിൽ അവർക്ക് ചുമ വരുന്നുണ്ടെങ്കിൽ ലോറോസിറോസിസ് നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യന്റ് ആയിരിക്കും ചുമയായിട്ടും വരിക. ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയാം സാറേ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, അല്ലെങ്കിൽ അതിന് എക്രോസ്പിരിൻ കഴിക്കുന്നുണ്ട്, ആ മരുന്ന് കഴിക്കുന്നുണ്ട്, ഈ മരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന കേസുകൾക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു മെഡിസിൻ ആണ് ലോറോസിറോസിസ്. നാജയും ലോറോസിറോസിസും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ഫോർ കഫ് ഇൻ എ പേഷ്യന്റ് വിത്ത് കാർഡിയാക് ഇൻവോൾവ്മെന്റ്. ലോറോസിറോസിസ് കൊടുത്ത് മാറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മൈട്രൽ റിഗർജിറ്റേഷൻ ഉള്ള ഒരു കേസ് വിത്ത് കോവിഡ്, ഒരു പത്തനംതിട്ടയുള്ള ഒരു പേഷ്യന്റ് ആണ്. അവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ലോറോസിറോസിസ് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. അവരുടെ കോവിഡ് ഉള്ളതിൽ നമ്മൾ സെനേഗയും കൊടുത്തിട്ടുണ്ട്, ലോറോസിറോസിനും. പക്ഷെ ഫസ്റ്റ് സ്റ്റേജ് അവർക്ക് ക്ലിയർ ചെയ്തിട്ട് ലങ് കപ്പാസിറ്റി ഇത് എടുത്തിട്ട് നമുക്ക്, അതായത് CT എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ അവർ ഗ്ലാസ് അതല്ലെങ്കിൽ ബ്രോക്കൺ ഗ്ലാസ് ഫിനോമിന കിട്ടുന്നത് വരെ അവരെ പിടിച്ചു നിർത്തിയ മെഡിസിൻ ആണ് ലോറോസിറോസിസ്. ലക്കിലി നമ്മുടെ ഡോക്ടർ തന്നെ ഒരു അയ്യപ്പ സോമിയോസ് ഉണ്ട് പത്തനംതിട്ട ആ ഭാഗത്തുണ്ട്, അവിടെ നിന്നാണ് ആ സാധനം കിട്ടി. കുറെ ക്ലിനിക്കിൽ തപ്പിയിട്ട് കിട്ടിയില്ല, എമർജൻസി അവിടെ നിന്ന് കിട്ടി. ആ കൊടുത്ത കേസുകൾ ഇപ്പോഴും നമ്മുടെ അടുത്തുണ്ട്. ഇവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഹെൽത്തി ആയിട്ട് ജീവിച്ചിരിപ്പുണ്ട്. ഓക്കെ, നാജം സ്പോഞ്ചിയ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ്. സ്പോഞ്ചിയ നമുക്ക് സ്ഥിരം അറിയണം, പക്ഷെ കാർഡിയാക് ഇൻവോൾവ്മെന്റ് വരുമ്പോൾ സ്പോഞ്ചിയ നമുക്ക് ചിന്തിക്കാം, നാജ ചിന്തിക്കാം, ലോറോസിറോസ്. സ്പോഞ്ചിയ തൈറോയിഡ് ഉള്ള പേഷ്യന്റിന് സ്പോഞ്ചിയ തൈറോയിഡ് കഫ് ആണെങ്കിലും സ്വല്ലനാണ്, മറ്റേ ഗോയിട്രിക് നോഡ്യൂൾ ഉണ്ട്, അവർക്ക് വിട്ടുമാറാത്ത ചുമയുണ്ടെങ്കിൽ സ്പോഞ്ചിയ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ കഫ് വിത്ത് പേഷ്യന്റ് ഹാവിംഗ് തൈറോയിഡ് ഇൻവോൾവ്മെന്റ്. ഓക്കെ, പിന്നെ ഇൻഫ്ലുവൻസിനം വന്നു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ആഫ്റ്റർ കഫ് ആഫ്റ്റർ ഇൻഫ്ലുവൻസിന പെറിയോഡിക്ടോൺ ഉണ്ട്. along with that Pix liquida is one of the best medicines. ഇത് നമ്മുടെ പേപ്പറിലൊക്കെ എഴുതി വെച്ചത് കൊണ്ട് പറയാണ്. സ്ട്രോങ് ഓർഡേഴ്സ് നമ്മൾ നേരത്തെ ഞാൻ പെർഫ്യൂമിന്റെ പറഞ്ഞു, അതുപോലെ ചിലപ്പോൾ സ്ട്രോങ് ഓർഡർ, ചിലപ്പോൾ നമ്മുടെ വേർപ്പിന്റെ ഒക്കെ മണം വരുമ്പോൾ നമുക്ക് ചുമ വരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരെങ്കിലും കണ്ടിട്ട് അവിടെ നിന്ന് ചുമ വരുന്നു, അല്ലെങ്കിൽ നമുക്ക് ചുമ വരുന്നു, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ചുമ വന്നിട്ട് അത് നിൽക്കണില്ല. സാറേ അയാൾ എൻ്റെ വീട്ടിൽ വന്നു പോയതിനു ശേഷം അയാളുടെ വേർപ്പിന് അത്രയും മണം ഉണ്ടായിരുന്നു, അയാൾ വന്നു പോയതിനു ശേഷം എനിക്ക് തുടങ്ങി ചുമ, ഇറിറ്റേഷൻ വരും. അല്ലെങ്കിൽ അതുപോലെ വീട്ടിൽ അവിടെ ചാണകം അല്ലെങ്കിൽ
ഇപ്പൊ എറണാകുളത്ത് പറയുകയാണെങ്കിൽ വേസ്റ്റ് വണ്ടി പോയി എന്ന് പറയും. ഞങ്ങൾ സാധാരണക്കാർ വന്നിട്ട് പറയുന്നതാണ് വേസ്റ്റിന്റെ വണ്ടി പോയി കഴിഞ്ഞാൽ പണിയാവെന്ന് പറയും. ഓക്കെ, അപ്പൊ അങ്ങനെ പറയും. ഞാൻ ഈ ഇതൊന്ന് എന്താ പറയാ, ഷെയറിങ്, ഞാൻ സ്ക്രീൻ ഷെയറിങ് ഒന്ന് നിർത്തുകയാണേ. ആ. കാരണം എൻ്റെ സിസ്റ്റം എന്തോ ഹാങ് ആവുന്നുണ്ടെന്ന് പറയുന്നു. 2-5 മിനിറ്റും കൂടി ഉള്ളു. ഇല്ല, പോട്ടെ, കുറച്ചും കൂടി ഉള്ളു. നമുക്ക് സമയമുണ്ടല്ലോ, ഒരു 5 മിനിറ്റ്. ഉണ്ടുണ്ട്. സ്ട്രോങ് ഓർഡറിന്റെ മരുന്ന് ഏതാ സാർ പറഞ്ഞു? ഫോസ്ഫറസ്. അത് എന്റെ ഫേവറേറ്റ് ആയതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ ബോറിക്കിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇറ്റാലിക് ബോറിക്കില് സിംഗിൾ മെഡിസിൻ ആണത്. ഓക്കെ, അല്ലാതെ വെറുതെ എന്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് പറയണതല്ല. ഫോസ്ഫറസ് ഇങ്ങനെയുള്ള ഇത്രയും സ്ട്രോങ് ഇത് വരുന്നതിൽ സിംഗിൾ മെഡിസിൻ ആണ്, ഒറ്റ മെഡിസിനേ ഉള്ളൂ. ഓക്കെ, പിന്നെ ചുമച്ച് കണ്ണീന്ന് വെള്ളം ചാടും എന്ന് പറയും. ഇങ്ങനെ തന്നെ പറയാ, സാറെ ചുമച്ച് എനിക്ക് മതിയായി, എപ്പോ ചുമച്ചാലും കണ്ണീന്ന് വെള്ളം വരും. നമ്മൾ ആദ്യം ചിന്തിക്കാറുള്ള മെഡിസിൻ എലിയൻ സെറ്റ്പ്ല അല്ലേ? നിങ്ങൾ നാട്രമ്യൂർ ഒന്ന് നോക്ക്. നാട്രമ്യൂർ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ദാറ്റ്. ഓക്കെ, ഓക്കെ. പിന്നെ നമ്മൾ പറയും, നമ്മൾ ബുക്കിൽ വായിച്ചിട്ടുള്ള പോലെ നമ്മൾ അൺഡ്രസ്സിങ് ചുമ വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് വളരെ കുറച്ച് കേസുകളെ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് റൂമക്സിനെക്കാളും റിസൾട്ട് കിട്ടിയിട്ടുള്ളത് റെസ്റ്റോക്സിനാണ്. റൂമക്സ് ആണ് സാധാരണ ബുക്സിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അൺഡ്രസ്സിങ് കോസസ് കഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ചിലപ്പോൾ തണുത്ത ക്ലൈമറ്റിൽ നിന്ന് മുറിയിലോട്ട് വരുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലൈമറ്റ് ചേഞ്ചിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ വളരെ റെയർ ആയിട്ട് കിട്ടിയിട്ടില്ല. എനിക്ക് എൻ്റെ ഇതിൽ തന്നെ ഒരു 5-6 കേസ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അതിൽ എനിക്ക് റൂമക്സിനെക്കാളും ഇത് കിട്ടിയിട്ടുള്ളത് റെസ്റ്റോക്സിന്. ഓക്കെ, ടിയർ വരുന്നത് ഞാൻ പറഞ്ഞു. വേറൊരു റെയർ മെഡിസിൻ ഉണ്ട്, എറിംഗം. എറിംഗം അക്വാറ്റിക്കം എന്ന് പറയും. സ്പെല്ലിംഗ് എങ്ങനെ സാർ? ERYNGUM, എറിംഗം അക്വാറ്റിക്കം. അത് ചുമയ്ക്കും നല്ലതാണ്. പക്ഷെ അതിനേക്കാളും നല്ലത്, ചുമക്ക് നല്ലൊരു മെഡിസിനും കൂടിയാണ്, പക്ഷെ അതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസ്യൂറിയ ആൻഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് നമുക്ക് കണ്ണടച്ച് കൊടുക്കാൻ പറ്റുന്ന അത്രയും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആയിട്ടുള്ള ഒന്നാണ് എറിംഗം അക്വാറ്റിക്കം. ഓക്കെ, അതിനെ ബട്ടൺ സ്നേക്ക് എന്നും വിളിക്കാം. അപ്പൊ ഏത് ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു പ്രൂണസ് വിർജീനിയാന. പ്രൂണസിന്റെ ഗ്രൂപ്പ് ഉണ്ട്, പ്രൂണസ് പാദുവ എന്ന് പറയും. പ്രൂണസ് വിർജീനിയാന, പ്രൂണസ് പാഡസ്, PADUS. ഓക്കെ, പ്രൂണസിന്റെ ഇതിന് COPDക്ക് നല്ലൊരു മെഡിസിൻസിലാണ് ഈ പ്രൂണസിന്റെ എല്ലാ ഗ്രൂപ്പും. പ്രൂണസിന്റെ ഗ്രൂപ്പിൽ വരുന്ന മെഡിസിൻസ് ഈ എറിയോഡിക് ഇതിനൊക്കെ നല്ലൊരു മെഡിസിൻസിലൊന്നാണ്. ഓക്കെ, അപ്പൊ പ്രൂണസ് നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. പ്രൂണസിന്റെ ഗ്രൂപ്പ് നിങ്ങൾ ശരിക്കും വായിക്കുക. ആ പ്രൂണസ് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത അത്രയും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിലൊന്നാണ്. പിന്നെ ലാസ്റ്റ് ഞാൻ പറയാം, എൻ്റെ ഏറ്റവും വളരെ റെയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണോ എന്നുള്ളതാണ്. ഇത് നമ്മൾ ഈ സ്പുട്ടത്തിന് ഒരു സോൾട്ടി ടേസ്റ്റ്. ഓക്കെ, ചുമയ്ക്കുമ്പോൾ എപ്പോ ചുമച്ചാലും അവരുടെ കഫം വരുന്നത് ഒരു മാതിരി ഉപ്പ് രസമുള്ള കഫമായിരിക്കും. ഓക്കെ, പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമോ നോക്കുക, അത് കറക്റ്റ് ഉണ്ടോന്ന് നോക്കുക. സിസ്റ്റസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു അസുഖമുണ്ട്, റെസ്പിറേറ്ററി കംപ്ലൈന്റ് ആണത്. ഓക്കെ,
അതുണ്ടോന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ഇനി അതില്ലെങ്കിൽ നമുക്ക് വരുന്ന മെഡിസിൻസ് ആണ്. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസിൽ ഒന്നാണ് കാലി അയോഡ്, ലൈക്കോപോഡിയം, മാക്കാർബ്, സ്പുട്ടം സോൾട്ടി. അങ്ങനെ ഒരു 4-5 കേസ് ഞാൻ ഈ ഒരു സിംറ്റം വെച്ചിട്ട് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരാൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വേറെ പല അസുഖങ്ങൾക്കായിട്ട്. പക്ഷെ അയാളുടെ ഇത് എപ്പോ വന്നാലും അയാൾക്ക് ഒരു ഒറ്റ കംപ്ലൈന്റ്, സാറേ ഉപ്പ് രസം. അവസാനം എനിക്ക് പ്രാന്തായി. പിന്നെയാണ് നമ്മൾ റെഫർ ചെയ്ത് വന്നപ്പോഴാണ് ഈ ഒരു മെഡിസിൻ കാലിയായോട് ഇത് നമ്മുടെ ബോറിക്കിൽ കറക്റ്റ് ആയിട്ട് അവിടെ കിടപ്പുണ്ട്. എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സ്പുട്ടം സോൾട്ടി ടേസ്റ്റ്. നമ്മൾ വിചാരിക്കും ഇത് എന്ത് കുന്തമാണെന്ന് വിചാരിക്കും. ഉപ്പ് രസമോ, പഴുപ്പുണ്ട്, പ്രുലന്റ് ആണ്, മണമുണ്ട്, ഒഫൻസീവ് എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയും ഉണ്ട്. അതുപോലെ പല ടേസ്റ്റ് ഉണ്ട്. സ്വീറ്റ് ടേസ്റ്റ് ഉണ്ട്. സ്വീറ്റ് ടേസ്റ്റ് ഒക്കെ കോമൺ ആണ്. കാരണം വെച്ചാൽ ഫ്ലം ഒക്കെ വരുമ്പോൾ ഒരുമാതിരി പഴുപ്പിന്റെയും ഒരു ഇതായിരിക്കും. അപ്പൊ സ്വീറ്റ് ടേസ്റ്റ് ഒക്കെ സാധനം കിട്ടും. പക്ഷെ സോൾട്ടി കിട്ടുക വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു സംഭവം. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു റെസ്പിറേറ്ററി കംപ്ലൈന്റ് 3-ാം ഭാഗം തീർന്നു. നല്ലൊരു ക്ലാസ്, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നമ്മളാരും ചിന്തിക്കാത്ത മരുന്നുകൾ നമുക്ക് സാറിന്റെ അനുഭവത്തിൽ നമുക്കങ്ങ് തരികയാണ് ചെയ്തത്. അപ്പം അത്രയും നല്ലൊരു ക്ലാസ് സാർ നമുക്ക് തന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. നമുക്ക് 5 മിനിറ്റ് ആണുള്ളതെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. അതെ, ഞാനൊരു സംശയം ചോദിച്ചിട്ട്, ഈ ഒട്ടും കിടക്കുന്നതേ ഭയങ്കര ചുമ, കിടക്കാനേ പറ്റില്ലെന്ന് സാറ് മാക്യൂസ് പറഞ്ഞു. അതല്ലാതെ നമുക്ക് കൊടുക്കാവുന്ന മരുന്ന് ഏതൊക്കെയുണ്ട്? മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇതിൽ തീരണം. ഞാൻ സാധാരണ കൊടുക്കാറെന്ന് വെച്ചാൽ റൂമക്സും കൊടുക്കാറുണ്ട്, ഈ മാക്കാബും, പിന്നെ ഞാൻ കൊടുക്കുന്നത് കാലിക്കാർബ് കയറ്റി കൊടുക്കും ഹയർ പൊട്ടൻസിയിൽ. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കാർഡിയാക് ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് ഉറപ്പിക്കണം. കാരണം ചില കേസുകൾക്ക് ലൈങ് ഡൗൺ അഗ്രവേഷൻ ഉള്ള കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയറിന്റെ കൂടെ വരുമ്പോൾ ഉണ്ടാവും. അതുണ്ടെങ്കിൽ ആസ്പിഡോസ്പെർമയും അരേലിയ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. ഇനി അതില്ലെങ്കിൽ നമുക്ക്, എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ മെഡിസിൻസും പ്ലസ് ഇത് മെന്തം എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള കേസ്. ലൈങ് ഡൗൺ അഗ്രവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരെ ഇതൊക്കെ തന്നെയാണ്. ഫോസ്ഫറസ് വരും, അഗ്രവേഷൻ നൈറ്റ്, ലൈങ് ഡൗൺ, ഫോസ്ഫറസിനും ഉണ്ട്. പിന്നെ സാറേ ഇത് കൊടുക്കണതിന്റെ കാര്യമുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ 10 മിനിറ്റ്സിൽ തന്നെ മെഡിസിൻസ് റിപ്പീറ്റ് ചെയ്യണം. 10 മിനിറ്റ്സിൽ റിപ്പീറ്റേഷനും വൺ ഓഫ് ദ അക്യൂട്ട് കേസുകളിൽ റിപ്പീറ്റേഷനും ഒരു ഫാക്ടറാണ്. ലോ പൊട്ടൻസി ആയിരിക്കും സാർ കൊടുക്കുന്നത്. 30. റിപ്പീറ്റേഷൻ വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ആണ് നമ്മളുടെ അക്യൂട്ട് മാനേജ്മെന്റിൽ. കാരണം ചിലപ്പോൾ നമുക്കൊന്നും ടൈം കിട്ടില്ല, നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച്, ഒരു വീട്ടിൽ പോകും അവരതുകൊണ്ട്. അപ്പോൾ ചിലപ്പോൾ ഫോണിലായിരിക്കും വിളിച്ചിട്ടുണ്ട്, അവരുടെ അടുത്ത് മരുന്നുണ്ടാവും. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ, 10-15 മിനിറ്റിൽ തന്നെ അടുത്ത ഫോൺ വരും, ഡോക്ടർ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, അവനൊന്ന് ഉറക്കമായിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒലിയം സെന്റാലെ, അതായത് നമ്മുടെ സാൻഡൽവുഡ് ഓയിൽ. ഒലിയം സെന്റാലെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. അത് വേണമെങ്കിൽ കൽക്കണ്ടത്തിലോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒത്തിരി വെള്ളത്തിലിട്ട് കൊടുക്കാം. ഭയങ്കര വിലയാണ് ഈ സാധനത്തിനൊക്കെ. കുറച്ചൊക്കെ വാങ്ങി വെക്കാം. നല്ലൊരു മെഡിസിൻ ആണ് രാത്രി ഇത് കൊടുക്കാനും. കാരണം ഞാനിത് വാങ്ങി വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ടിഞ്ചർ മാത്രമല്ല, ശരിക്ക് സാൻഡൽവുഡ് ഓയിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ കോസ്മെറ്റിക് എഫക്റ്റിന് വേണ്ടി കുറച്ച് വാങ്ങി വെച്ചിട്ടുള്ളതാണ്. ഒരു
എന്തെന്നാ പറയാ, ഒരു 10 ml 20 ml ഒക്കെ വാങ്ങുമ്പോ തന്നെ അതൊരു 10,000-2000 രൂപ വരും. അപ്പൊ അതിനു വേണ്ടി വാങ്ങി വെച്ചിട്ടുള്ളത് ഇങ്ങനെ വരുമ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് കൊടുക്കും. ബാക്കിയുള്ള മെഡിസിൻ ഏറ്റിട്ടില്ലെങ്കിൽ ഞാൻ അത് കൊടുക്കും, കാരണം വെച്ചാൽ മുതലാവില്ല എല്ലാവരും. പക്ഷെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് ഒലിയൻ സെൻറ്റാൽ. ഒരു ഡ്രോസറ ഹൈനോസിയാമസ് എന്ന ഡോക്ടർ ബോക്സിലിട്ടിട്ടുണ്ട്. ഡ്രോസർ ഹയോസെമസ് ഒക്കെ നമ്മൾ റെഗുലർ ആയിട്ട് കൊടുക്കുന്ന ഹയോസെമസ് വന്നത്. പക്ഷെ ഹയോസെമസ് ഇൻഡിക്കേറ്റഡ് ആവണമെങ്കിൽ യുവിയുള്ള നോക്കണം. ലോങ് ഇൻഡിക്കേഷൻ ആണ്, അതുകൊണ്ട് ഒരു ഇറിറ്റേഷനിലാണ് ചുമ വരുന്നതെങ്കിൽ മാത്രം ഹയോസെമസ്. ലൈങ് ഡൗൺ അഗ്രവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ലൈങ് ഡൗൺ അഗ്രവേഷൻസ് വേറെ കുറെ മെഡിസിൻസ് ഉണ്ട്. ഇതും കൂടി ഉണ്ടെങ്കിൽ ഹയോസെമസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ബിന്ദിയ ഡോക്ടറെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹലോ, കേൾക്കാമോ? എന്റെ ഇടയ്ക്ക് എന്റെ മറ്റേ ഫോൺ ഇതായി പോയി. ഒരു ബിന്ദിയ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. കേൾക്കാം കേൾക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഹാൻഡ് റൈസിംഗ് അല്ല, ധനേഷ് ഡോക്ടർ എനിക്ക് ക്ലിയർ ആകുന്നില്ല എന്റെ ഫോണ്. അല്ല ബിന്ദി ഡോക്ടറെ അല്ല, കേൾക്കാം, നന്നായിട്ട് കേൾക്കാം, കുഴപ്പമില്ല. കേൾക്കുന്നുണ്ടോ? ബിന്ദി ഡോക്ടർക്ക് സംസാരിക്കാം. അൺമ്യൂട്ട് ആര്? ചെയ്യാം. ബിന്ദിയ ബിന്ദിയ അൺമ്യൂട്ട് ചെയ്യാം. ഹലോ, കേൾക്കാമോ ഡോക്ടറെ? കേൾക്കാം ഡോക്ടർ, പറഞ്ഞോ. ഡോക്ടർ, ഈ ഒലിയം സാൻഡാലി ടിഞ്ചർ ആണോ ഡോക്ടർ പറഞ്ഞത്? ടിഞ്ചർ അതപ്പോ അത് എത്ര ഡ്രോപ്സ് വെച്ചാ നമ്മൾ കൊടുക്കേണ്ടത്? അതൊരു 5 drops മാക്സിമം. ആ. അത് മതി. ഒരു അതാണ് അല്ലെങ്കിൽ നമ്മൾ 5 costly drops ആണെന്ന് എടുത്ത് പറഞ്ഞത്. 5 drops ഇട്ടിട്ട് നമുക്ക് RS ഇട്ടിട്ട് വേണമെങ്കിൽ കൊടുക്കാം. 5 or 10 ഇട്ടിട്ട് RS ഇട്ടിട്ട് 30 ml 10 ml 15 ml ആക്കിയിട്ട് നമുക്കത് കൊടുത്തിട്ട് അത് റിപ്പീറ്റ് ചെയ്യാൻ പറയും. അത് വെള്ളത്തിലിട്ട് കഴിക്കാൻ പറയും, അല്ലെങ്കിൽ ഇതിൽ ചാലിച്ച് കഴിക്കാൻ പറയാം. ഇതില് നമ്മുടെ കൽക്കണ്ടത്തിൽ. പിന്നെ രാത്രി ഞാൻ ഉപയോഗിക്കുന്ന ഒരു വേറെ ടെക്നിക്ക്, ജിഞ്ചിബർ ടിഞ്ചർ നല്ല മെഡിസിൻ ആണ് ഈ ചുമക്ക്. അത് എന്തുകൊണ്ടാണ് ജിഞ്ചിബർ, നമ്മുടെ ഇഞ്ചി, അത് കൊടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് അത് കുറച്ചേ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ഗ്യാസ്. നമ്മളുടെ ഏത് കമ്പനിയുടെ മെഡിസിൻ ആണെങ്കിലും ആ ഒരു ഇത് വരും. അത് എന്തുകൊണ്ടൊന്നും കൂടി നമ്മൾ പണ്ടൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഇഞ്ചി മിഠായി എന്ന് പറയുന്ന സാധനമുണ്ട്. അന്ന് ഇഞ്ചിയുടെ നല്ല സത്തും കൽക്കണ്ടം കൂടി എടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തിട്ട് ബ്ലോക്ക് പോലെ ആക്കിയിട്ടാണ് ഇഞ്ചി മിഠായി വന്നിരുന്നത്. ഇന്ന് ഷുഗർ ആണെന്ന് മാത്രം. ഓക്കെ, പക്ഷെ ഇഞ്ചിയുടെ ക്വാളിറ്റി ഒക്കെ വലിയ കുഴപ്പമില്ല, ചില നല്ല കമ്പനികളൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു കൺസെപ്റ്റ് നമ്മളുടെ ഇതിലോട്ടും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജിഞ്ചിബർ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ കഫ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതും കൂടി ഒന്ന് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ടിഞ്ചർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഓഫ് ടിഞ്ചർ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ ഭയങ്കര ഇതാവും, സ്കാൾഡിങ് വരും, നമുക്ക് ഉള്ളിൽ എടുക്കാൻ പറ്റില്ല മെഡിസിൻ. 3x ആണെങ്കിലോ? സിഞ്ചിബർ 3x 3xന് ടിഞ്ചറിന്റെ അത്ര ആക്ഷൻ ഇല്ല. സർ, അതുപോലെ ഈ സ്മോക്കേഴ്സിന്റെ കഫിന് ഏതാണ് കൂടുതൽ? ടൊബാക്കോ പിന്നെ മെന്ത റിപ്പീറ്റ് TDS QDS ഒക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും, ശരിയാവും. ടൊബാക്കോ നല്ലൊരു മെഡിസിനാണ്. ഈ AC-യിലൊക്കെ ഇരിക്കുമ്പോ അടുപ്പിച്ച് ചുമ വരുന്നവർക്ക് കോൾഡ് റൂം അത് നോക്കിയാൽ മതി. കോൾഡ് എയർ ഇൻ കാർബോജ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. അതുപോലെ കോൾഡ് ക്ലൈമറ്റ് അതും കമ്പയർ ചെയ്യാം. നമ്മൾ റെപ്പർട്ടറിയിൽ നോക്കുമ്പോൾ AC എന്ന് പറഞ്ഞ് കിട്ടില്ല നമുക്ക്. അപ്പൊ പ്രാക്ടിക്കലായിട്ട് നോക്കണമെങ്കിൽ കോൾഡ് ക്ലൈമറ്റ് അല്ലെങ്കിൽ കോൾഡ് നോക്കുക, മനസ്സിലായ? അപ്പൊ അതെടുക്കുമ്പോ മെഫൈറ്റീസ് വരും, പിന്നെ ഹെപ്പാർ സൾഫ് വരും, പിന്നെ കാർബോജ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് എല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല റെപ്പർട്ടറിയിൽ.
അല്ലെങ്കിൽ വേറെ എവിടെ ചെക്ക് ചെയ്താലും മെട്രിയ മെഡിക്കലും കിട്ടില്ല. ഉം. അപ്പൊ നമ്മളൊരു ചെറിയൊരു ലോജിക്ക് യൂസ് ചെയ്യുക. AC എന്ന് പറയുന്നത് തണുപ്പാണ്, ഉം. ഉം. അപ്പൊ അത് ഉപയോഗിക്കാം. പക്ഷെ AC എന്ന് പറയുന്നത് തണുപ്പാണെങ്കിലും നമ്മൾ കൂളർ ആണോ എന്ന് ചോദിക്കണം. ആ. കൂളർ ആണെങ്കിൽ അത് സംഭവം മാറി. ഉം. കാരണം കൂളറിന്റെ ടെക്നിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിത്ത് വാട്ടർ അത് ഇട്ട് ഹ്യൂമിഡിറ്റി വരുന്നതാണ്. അതെ. ആ. മനസ്സിലായ? AC ആ. നമ്മുടെ കാറ്റാണ് മാറ്റുന്നത്. അതെ 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 കൂളറിന്റെ അതിൽ വെള്ളമാണ് തണുപ്പിക്കണത്. അതെ. ആ. അപ്പോ പ്രോസസ്സ് മാറി, മെഡിസിൻ മാറി, ഡൾ ക്യാമറ മുതൽ ഡാം ക്ലൈമറ്റിലോട്ട് മാറി. അതെ അതെ. അപ്പൊ മെഡിസിൻ മാറി. ഉം. ഉം. അപ്പൊ മെഡിസിൻ വരുന്നത് ഡൾ ക്യാമറ അങ്ങനെയുള്ള മെഡിസിൻസ് നമുക്ക് ചിന്തിക്കാം. ഉം. ഉം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ചോദിക്കേണ്ടത് കറക്റ്റ് ആണ്. AC ആണോ കൂളർ ആണോ എന്ന് ചോദിക്കണം. അതെ. ആ. ചില വീടുകളിലൊക്കെ, ചെറിയ വീടുകളിലൊക്കെ ACക്ക് പകരം കൂളർ ഉണ്ടാവും. അതെ അതെ അപ്പൊ അതെ. അവര് ചിലയിടത്ത് പറയുന്ന സാറേ ഞാൻ രാത്രി കിടക്കുമ്പോ എന്ന് പറയും. ഉം. അപ്പൊ കൂളർ ഉണ്ടാവും, കൂളർ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മെഡിസിൻസ് മാറി, ഡ്രൈനെസ് മാറി, നമ്മള് ഡാംപ്നെസ്സിലോട്ട് മാറും. ഉം. ഉം. ഓക്കെ. ശരി. താങ്ക് യു സർ. ഡോക്ടർ അനിൽകുമാർ. ആ പറഞ്ഞു ഡോക്ടറെ. നമസ്കാരം. പിന്നെ വെർബാസ്കം. വെർബാസ്കോ നല്ലൊരു മെഡിസിൻ ആണ്, ഞാൻ പറയാൻ വിട്ടുപോയി. അതും നൈറ്റ് കഫിന് നല്ലതാണ്. അതുപോലെ നമുക്ക് പഞ്ചസാരയില് വെർബാസ്കം ടിഞ്ചർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ പഞ്ചസാരക്ക് പകരം കാരമല്ല ഉപയോഗിക്കുന്നത്. കാരമലില് നമ്മൾ ടിഞ്ചർ ഇട്ട് കൊടുത്തിട്ട്, അല്ലെങ്കിൽ 30 ആണെങ്കിൽ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ടിഞ്ചർ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കാരമലാണ് ഉപയോഗിക്കുക. കാരമലാണ് ഒന്നുകൂടിയും കുട്ടികൾക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റിന് ഉണ്ടാവും, ഒരു സൂത്തിങ് എഫക്ട് കിട്ടും. സൂത്തിങ് എഫക്ട്. അപ്പൊ കാരമൽ വീട്ടിലുണ്ടാക്കാം. അതെ. അതുപോലെ ചുമച്ചിട്ട് ഒരു ആസ്മാറ്റിക് കണ്ടീഷൻ പോലെ വരികയാണെങ്കിൽ എർബാസാൻഡ. അതെ, അതും എഫക്റ്റീവ് ആണ്. അതും നല്ലതാണ്. ശരി, ഓക്കെ, താങ്ക് യു. നിങ്ങൾ പലപ്പോഴും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, കാരമല് നമുക്കൊരു 3-4 കിലോ പഞ്ചസാര ഉണ്ടെങ്കിൽ കുറെ ഉപയോഗിക്കാം, ഉണ്ടാക്കാട്ടോ. അതെ, അതാ നമ്മൾ യൂട്യൂബ് ഒക്കെ വെറുതെ വെച്ചിരുന്നിട്ട് കാര്യമില്ല. യൂട്യൂബില് കുറച്ചൊക്കെ കണ്ട്, ഇങ്ങനത്തെ ഒക്കെ കണ്ട് ടെക്നിക്കലൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ക്ലിനിക്കിലോട്ടും ഇതൊക്കെ കൊണ്ടുവരാം. തീർച്ചയായും കൊണ്ടുവരാം. പല ടിപ്സും കിട്ടും. വെറുതെ സിനിമയും റീൽസും കണ്ട് സമയം കളയാതെ. ഡോക്ടർ പറഞ്ഞ ലോറോസറസ് ഭയങ്കര എഫക്റ്റീവ് ആണ് ഈ കാർഡിയാക് കഫ് മീൻസ് നമുക്ക് ഇവൻ അറ്റാക്ക് ഉണ്ടെങ്കിൽ പോലും. അതുപോലെ ഇപ്പൊ ഒരു ഡോക്ടർ ചോദിച്ചല്ലോ ടിഞ്ചർ എങ്ങനെ ഉപയോഗിക്കണം. ടിഞ്ചർ നമുക്കൊരു 8-10 ഡ്രോപ്സ് ഒരു ഹാഫ് ഓൺസ് ബോട്ടിൽ എടുത്തിട്ട് ബാക്കി അക്വയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. ഡ്രോപ്സ് കുറയ്ക്കുക, അപ്പൊ നമ്മുടെ ഡോസ് കുറയും, പക്ഷെ ആക്ഷൻ കൂടും. RS ഇട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് RS കൂട്ടി കൊടുക്കാം, എന്നിട്ട് വെള്ളത്തിലിട്ട് കഴിക്കാൻ പറയാം. അതെ, വെള്ളത്തിലിട്ട് മിനിമം ഡോസ് എടുക്കുക. അപ്പൊ ഭയങ്കര റിസൾട്ടാണ്. ടിഞ്ചറായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം മിനിമം ഡോസ് എടുക്കുക. ഭയങ്കര സൂപ്പർ. നമ്മൾ റിസൾട്ട് ഞാൻ ഞെട്ടിപ്പോ, അത്ര ഭയങ്കര റിസൾട്ട് ആയിരുന്നു. ലോറോസറസിന് ഈവൻ നമ്മുടെ ഹാർട്ടിന്റെ ബ്ലോക്ക് പോലും മാറ്റാനുള്ള കഴിവുള്ള ഒരു മരുന്നാണ്. ഓക്കെ, നന്ദി അനിൽകുമാർ ഡോക്ടറെ. ഇനി നമുക്ക് സമയം കഴിഞ്ഞതുകൊണ്ട് ബിന്ദു ഡോക്ടർ സാറിനൊരു നന്ദി പറയാമോ? ബിന്ദു ഡോക്ടർ. അഡ്മിറ്റ് ചെയ്തോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആദ്യം. സാറിനൊരു നന്ദി പറയണേ. ഇന്നത്തെ ക്ലാസ് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. നമുക്ക് കഫിന്റെ കണ്ടീഷൻസിലൊക്കെ നന്നായി ഡിഫറൻഷിയേറ്റ് ചെയ്യാവുന്ന പോലെ തന്നെ നന്നായിട്ട് പറഞ്ഞു തന്നു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇനിയും ഡോക്ടറെ സമയം കിട്ടുമ്പോൾ ഇതുപോലെ ക്ലാസ് ഞങ്ങൾക്ക് ഇനിയും വേണം.
അപ്പൊ എൻ്റെ പേരിലും IFPHന്റെ പേരിലും എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ വിധത്തിലുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. ഡോക്ടർ ഇനിയും വരണം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നന്ദി ഡോക്ടറെ. താങ്ക് യു സോ ഇന്ദിരാ മച്ച്. എന്തായാലും നമുക്ക് ഈ സമയത്ത് വളരെയധികം പ്രയോജനമുള്ള ഒരു ക്ലാസ് സാറിന്റെ നിന്ന് ലഭിച്ചത്. ഈ ചുമയുടെ ഒരു സീസണും കൂടാണ് ഇപ്പൊ. എല്ലാം നമുക്ക് മനസ്സിലാക്കി തന്ന സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. വീണ്ടും ഇതുപോലെ നല്ല ക്ലാസ്സുമായിട്ട് സാർ വരണം. നമ്മുടെ IFPHന്റെ 1549 പ്രതിദിന സൂം വെബിനാർ വളരെ വിജയകരമായി ഇന്ന് നടത്തുവാൻ സാധിച്ചു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. കൂടുതൽ ആഡ് ചെയ്ത വനികുമാർ ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. ഭദ്രൻ ഡോക്ടർ എന്തെങ്കിലും പറയുന്നോ? അല്ല, അയ്യോ സമയം ഇതില്ലതുണ്ട്. പിന്നെ അടുത്ത ക്ലാസ്സിനാകാം. സമയമായി പോയില്ല. സമയം പോയി. നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുക. എത്രയും വേഗം സാർ വീണ്ടും ക്ലാസ്സുമായിട്ട് വരണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി.